പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 25 hours ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ടു ബി എ കരിയർ കൗൺസിലർ? ഒരു കരിയർ കൗൺസിലർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകൾ, ചില വൈഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ചില ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ പല കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഒന്നായിരുന്നു നോളജ് അബൌട്ട് കരിയേഴ്സ് ആൻഡ് കോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ആഴത്തിൽ തന്നെ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ കരിയേഴ്സിനെയും കോഴ്സസിനെയും കുറിച്ചുള്ള വ്യക്തമായ അറിവ്, തെറ്റുകൾ പറ്റാത്ത രീതിയിലുള്ള നോളജ് തീർച്ചയായിട്ടും ഒരു കരിയർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത്തത് ഒരു നല്ല പേഴ്സണാലിറ്റി. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കരിയർ കൗൺസിലറിനെ വിദ്യാർത്ഥികൾ ഒരു റോൾ മോഡലായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേഷത്തിലും ഭാവത്തിലും നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും അദ്ദേഹം വെറുതെ ഒന്ന് നിന്നാൽ പോലും അതിൽ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് പേഷ്യൻസ് ആൻഡ് കമ്പാഷൻ. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്, അല്ലേ? വളരെ ക്ഷമ ആവശ്യമുള്ള ഒരു ജോലിയാണ് ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സ്വഭാവം പല രീതിയിലാണ്, പല വിധത്തിലാണ് ഉണ്ടാവുക. ഓരോ കുട്ടിയും ഓരോ തിരക്കാരായിരിക്കും. അവരെല്ലാവരെയും അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ അവരെ പരിചരിക്കാൻ നമുക്ക് കഴിയണം. കമ്പാഷൻ, അവരുടെ പ്രായവും അവരുടെ ഒരു ബുദ്ധിയുടെ നിലവാരവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അപ്പോൾ ഒരു അനുകമ്പയോട് കൂടി, എന്നാൽ നമ്മുടേതായ ഒരു പക്വതയോട് കൂടി വേണം നമ്മൾ അവരെ സമീപിക്കാൻ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ, ഏതാനും ഒരു ദിവസങ്ങൾക്കുള്ളിലായിട്ട് നമ്മുടെ ഒരു ആനുവൽ സമ്മിറ്റ് വരുന്നുണ്ട്. നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബിൻ്റെ ഒരു ആനുവൽ സമ്മിറ്റ് വരുന്നുണ്ട്. ആ സമ്മിറ്റിൽ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ലൈവായിട്ട്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട്, ഒരുപാട് എക്സാമ്പിൾസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത് കാണിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നമുക്കത് ആ സെഷനിൽ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എന്തെല്ലാം തരം കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് അദ്ദേഹത്തിന് വേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് വളർത്താൻ സാധിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ്, ഷാർപ്പ് ലിസണിങ് സ്കിൽസ്. മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞ പോലെ ഷാർപ്പ് ലിസണിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ലിസണിങ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. അപ്പോൾ ആ ലിസണിങ് ഒരു നല്ലൊരു രീതിയിൽ നമ്മുടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് തീർച്ചയായിട്ടും വേണം. കാരണം ഒരു കരിയർ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന് തൻ്റെ മുന്നിലുള്ള ആ ഒരു വിദ്യാർത്ഥിയെ കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. ആ വിദ്യാർത്ഥിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അയാളുടെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ താല്പര്യങ്ങളും അവൻ്റെ അഭിരുചികളും അവൻ്റെ ഇഷ്ടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടിപ്പുകൾ, അതായത് അവന് കൊടുക്കാനുള്ള ഉപദേശം കൃത്യമായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം അവനെ ശരിക്കും കേൾക്കണം, അവൻ്റെ മനസ്സറിയണം, അവൻ്റെ മനസ്സ് പഠിക്കണം. അവനെ മൊത്തത്തിലൊന്ന് പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ നോളജിനെ അവൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ല നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. അവനെ മനസ്സിലാക്കി, ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കീർണതകൾ മനസ്സിലാക്കി, അവരുടെ താല്പര്യങ്ങളും അഭിരുചികളും അഭിഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ച് വേണം നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലിസണിങ് സ്കില്ലുള്ള ഒരാളായിരിക്കണം ഒരു നല്ല കരിയർ കൗൺസിലർ. നെക്സ്റ്റ്, നോ ഹൗ ടു യൂസ് സൈക്കോമെട്രിക് ടൂൾസ്. സൈക്കോമെട്രിക് ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ട് അറിയണം. എല്ലാവർക്കും അറിയില്ല, സൈക്കോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മാനസികവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലേ? സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം. മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവുകോൽ. അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിനെ അളക്കാനുള്ള, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെ അളക്കാനുള്ള ഒരു ടൂളിനെയാണ് നമ്മൾ സൈക്കോമെട്രിക് ടൂൾസ് എന്ന് പറയുക. അതിന് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടൂളുണ്ട്, കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടൂളുണ്ട്, പിന്നെ അവരുടെ നോർമൽ ഇൻ്റലിജൻസ് ടൂളുണ്ട്. അങ്ങനെ ഒരുപാട് ടൂളുകൾ നമ്മുടെ അവൈലബിൾ ആണ്. അതിൽ പിയേഴ്സൺ ടൂള്, അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ് സാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ലാസ് തൊട്ട് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇബ്രാഹിം നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു.
അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് അദ്ദേഹം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അദ്ദേഹം നമ്മളെ അതുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈക്കോമെട്രിക് ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ സൈക്കോമെട്രിക് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സറിയാനുള്ള ടൂൾ. ആ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ മനസ്സ് അറിയേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ലേണിംഗ് മൈൻഡ് സെറ്റ്. നല്ല ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ലേണിംഗ് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏതാണ്ട് ഒരു 7 പോയിന്റുകൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതിൽ തന്നെ ഈ ലേണിംഗ് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് എനിക്ക് രസകരമായിട്ടൊരു സംഭവം ഓർമ്മ വരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അത് ഞാനിവിടെ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു കരിയർ കൗൺസിലർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങളിലൊന്നാണ് ലേണിംഗ് മൈൻഡ് സെറ്റ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ അറിവുകളെ അങ്ങോട്ട് തേടി പോകാനുള്ളൊരു മനസ്സ് ഒരു കരിയർ കൗൺസിലർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു അറിവ് എന്നെ തേടി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ അല്ല, അറിവിനെ തേടി അങ്ങോട്ട് പോവുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളാണ് ശരിക്കും ഒരു വിദ്യാർത്ഥി എന്ന് പറയുക, അല്ലേ? ഒരു കരിയർ കൗൺസിലർ അറ്റ്മോസ്റ്റ് ഹീ ഷുഡ് ബി എൻ സ്റ്റുഡൻറ്റ്. അയാൾക്കൊരു വിദ്യാർത്ഥി മനോഭാവം ഉണ്ടായിരിക്കണം. ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല കരിയർ കൗൺസിലർ ആവാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കരിയർ കൗൺസിലർക്ക് വേണ്ട ഏറ്റവും മികച്ച ഗുണങ്ങളിലൊന്നായിട്ട് ഞാൻ പറയും ലേണിംഗ് മൈൻഡ് സെറ്റ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് സദാ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ലേണിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ആ പഴയ കഥയുടെ കാര്യം സൂചിപ്പിച്ചത്. ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത, എനിക്ക് ആക്ച്വലി ഈ ലേണിംഗ് മൈൻഡ് സെറ്റ് എനിക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു അറിവായിരുന്നു എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് എൻ്റെ ഉപ്പ തൻ്റെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന് സ്ഥിരമായി താമസിക്കാൻ തീരുമാനിച്ചൊരു സമയം. അങ്ങനെ അദ്ദേഹം ഗൾഫ് ജീവിതമൊക്കെ ശേഷം ഒരു 35 വർഷം നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്ന സമയമായിരുന്നു ആ സമയം. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പോൺസറായിട്ടുള്ള അറബി തൻ്റെ വക ഗിഫ്റ്റായിട്ട് 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒരു 44 ഇഞ്ചിൻ്റെ LED TV. അന്ന് LED TV അത്ര പോപ്പുലർ ആയിട്ടില്ല, അന്നൊക്കെ LCD TV ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു LED TV വന്നത് ഈ ഉപ്പ ഈ നാട്ടിൽ ഇങ്ങനെ TV കൊടുത്തപ്പോഴായിരുന്നു. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള 44 ഇഞ്ചിൻ്റെ TV, സാംസങ്ങിൻ്റെ TV ആണ് LED TV. അതുപോലെ തന്നെ മനോഹരമായ ഒരു ഷാൻഡ്ലിയർ ലൈറ്റ്. ഇത് രണ്ടുമാണ് അന്ന് അറബി ഉപ്പാക്ക് പാരിതോഷികമായി കൊടുത്തത്. കാരണം ഒരുപാട് വർഷം തൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഉപ്പാക്കൊരു പിരിയുന്ന സമയത്ത് ഒരു സ്നേഹസമ്മാനമായി കൊടുത്തതായിരുന്നു. നാട്ടിലെത്തിയ പാടെ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, നജീം, ഇത് നല്ലൊരു ഇലക്ട്രീഷ്യനെ കണ്ടെത്തിയിട്ട് ഇതൊക്കെ TV ഫിറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളെ ആരാന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യിക്കണം, ഇത് വെച്ചിരുന്നാൽ കേട് വന്നു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫിറ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു, ഗഫൂർക്ക എന്നാണ് പുള്ളിയുടെ പേര് ഗഫൂർക്ക എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഗഫൂർക്കയുടെ അടുത്ത് പോയി ഗഫൂർക്കയോട് പറഞ്ഞു, ഗഫൂർക്ക ഇങ്ങനെ ഒരു LED TV കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയും, താങ്കളുടെ പരിചയത്തിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഫിറ്റ് ചെയ്യുമല്ലോ, LED TV അല്ലേ, ഞാൻ ഫിറ്റ് ചെയ്യും, നിങ്ങൾ ഫിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഫിറ്റ് ചെയ്യും, കാറ്റലോഗൊക്കെ അല്ലേ ചോദിച്ചാൽ കാറ്റലോഗൊക്കെ ഉണ്ട്, എങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെയൊക്കെ അറിവിൽ അദ്ദേഹം പല വീട്ടിലും പോയിട്ട് വയറിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യാറുണ്ട്, മോട്ടർ നന്നാക്കാറുണ്ട്, ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഈ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. പോലെ എക്സ്പേർട്ടായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്ലംബറും ഇലക്ട്രീഷ്യനൊക്കെയാണ് പുള്ളി. പക്ഷേ പുള്ളിക്ക് LED TV പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയുന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ഞാൻ എന്ത് പറഞ്ഞു, ഓക്കെ എന്നാൽ വരൂ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. തൻ്റെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം വന്നു. എന്നോട് ആദ്യം ചോദിച്ചത് അതിൻ്റെ കാറ്റലോഗ് ആയിരുന്നു. ഞാൻ ആ കാറ്റലോഗ് എടുത്തു കൊടുത്തു, TVയുടെ പെട്ടിയൊക്കെ കൊടുത്ത് വെച്ചു കൊടുത്തു. അദ്ദേഹം ആ കാറ്റലോഗ് എടുത്ത് നിവർത്തി ജസ്റ്റ് ഒന്ന് നോക്കി. അതിന് ശേഷം TV ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തു. ഞാനും കൂടി സഹായിച്ചു. പുള്ളി കാറ്റലോഗ് നോക്കി പതുക്കെ ആ TV ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പുള്ളി ആ TV ഫിറ്റ് ചെയ്തു.
അങ്ങനെ പുള്ളി ടി വി ഫിറ്റ് ചെയ്ത് കഴിയാറായി. ആ സമയത്താണ് എൻ്റെ ഉപ്പ കയറി വന്നത്, പുറത്തുനിന്ന് കയറി വന്നത്. അപ്പോൾ ഉപ്പ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, ആ ഗഫൂറാണോ ടി വി ഫിറ്റ് ചെയ്യുന്നത്? നിനക്ക് ടി വി ഫിറ്റ് ചെയ്യാനൊക്കെ അറിയോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു ഷാൻഡിയർ ലൈറ്റ് കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും എൻ്റെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണട്ടോ എന്ന് ഉപ്പ പറഞ്ഞു അദ്ദേഹത്തോട്. ഉടനെ ഉപ്പ ഉടനെ കേട്ടപാടെ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഷാൻഡിയർ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? പറയണ്ടേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അല്ല എനിക്കറിയില്ല, നിങ്ങൾ ഷാൻഡിയർ ലൈറ്റ് ഫിറ്റ് ചെയ്യൂ, പിന്നെ ഞാൻ ഫിറ്റ് ചെയ്യുമല്ലോ, നീ എന്താ പറയണ്ടേ, എന്നിട്ട് അതിനെ പറയണ്ടേ എന്ന് ചോദിക്കണം. എന്നോട് ചോദിച്ചു കാറ്റലോഗ് ഇല്ലേ എന്ന് വെച്ചാൽ കാറ്റലോഗ് ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിന്താ ഞാൻ ഫിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു, ഇദ്ദേഹം ഷാൻഡിയർ ലൈറ്റും ഫിറ്റ് ചെയ്യൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ലൈറ്റിൻ്റെ പെട്ടിയും എടുത്ത് കൊടുന്ന് വെച്ചു കൊടുത്തു. അദ്ദേഹം അത് തുറന്ന് അതിൽ നിന്ന് ആ കാറ്റലോഗും എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ആ കാറ്റലോഗിലേക്ക് ഇദ്ദേഹം അങ്ങനെ നോക്കിയൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം പിന്നെയും അടുത്ത 1 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹം ആ ഷാൻഡിലിയർ ലൈറ്റ് ഫിറ്റ് ചെയ്തു. അത് ചുമരിൽ തൂക്കുകയും ചെയ്തു. 2 ഷാൻഡിലിയർ ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫാനിൻ്റെ. എന്നിട്ട് വളരെ ഭംഗിയിൽ ഞങ്ങൾക്ക് കത്തിച്ച് കാണിച്ചു തരികയും ചെയ്തു. കണ്ടോ അത് എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം എന്നൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. എല്ലാം കഴിഞ്ഞു. ഇദ്ദേഹം പോകാനൊരുങ്ങിയാണ്. ഓക്കെ, ഇദ്ദേഹം തൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഗഫൂർക്ക് എത്രയായി, ഫീസ് എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഏകദേശം ഒരു 800 രൂപയാണ് ഇദ്ദേഹം അന്ന് ഫീസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. 800 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു 800 രൂപയോ, എന്താ ഗഫൂർക്ക് ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു, എടാ ഈ ഷാൻഡിയർ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണ്ടേ, ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയല്ലേ, മാത്രമല്ല LED TV ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ഇതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് തരുന്നില്ലേ, നിങ്ങൾ വേറെ പ്രൊഫഷണലായിട്ട് വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ എന്ന് എൻ്റെ വിചാരം, എന്തായാലും 1000-ന് മുകളിൽ കൊടുക്കേണ്ടി വരും, 800 രൂപ കൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 800 രൂപ കൊടുത്തു. പുള്ളി അത് വാങ്ങി പോക്കറ്റിട്ടിട്ട് പടി ഇറങ്ങി ചെരുപ്പിട്ടിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നാലും എൻ്റെ ഗഫൂർക്ക, നിങ്ങളിങ്ങനെ ഈ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിനൊക്കെ പണി ചെയ്യുന്നത് എനിക്ക് അറിയായിരുന്നു, എന്നാലും നിങ്ങൾക്ക് ഈ ഷാൻഡിലിയർ ലൈറ്റ് ഫിറ്റ് ചെയ്യാനും LED TV ഫിറ്റ് ചെയ്യാനൊക്കെ അറിയുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അതെനിക്കത് പുതിയൊരു അറിവാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് അതൊക്കെ പഠിച്ചത്, ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തൊരു മറുപടിയാണ് പുള്ളി അന്ന് എന്നോട് പറഞ്ഞത്. ആ മറുപടി ഇപ്രകാരമായിരുന്നു, ഇവിടെ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ LED TV ഫിറ്റ് ചെയ്യാനും ഷാൻഡിലിയർ ലൈറ്റ് തൂക്കാനും പഠിച്ചത്. ശരിക്കും ഞാനന്ന് ഷോക്കായിപ്പോയി, ദൈവമേ എന്ന് പറഞ്ഞിട്ട്. കാരണം അദ്ദേഹം എൻ്റെ ചിലവിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് വാങ്ങിയിട്ട് 2 പുതിയ കലകൾ പഠിക്കുകയാണ് ചെയ്തത്. എനിക്കതൊരു പുതിയൊരു വെളിപാടായിരുന്നു. കാരണം നമുക്ക് ദേഷ്യമല്ല, അതിനേക്കാളപ്പുറം ചിരിയും സന്തോഷവും ഒരു പുതിയ അറിവ് കിട്ടിയതിലുള്ള ഒരു കൗതുകവും ഒക്കെ നമുക്കന്ന് തോന്നിയ ഒരു വികാരം. അദ്ദേഹം അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു, നാട്ടിലേക്ക് അതിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ ആകെ അങ്ങനെ തരിച്ച് നിൽക്കുകയായിരുന്നു, എന്തൊരു മനുഷ്യനാണിത്. കാരണം അദ്ദേഹത്തിന് ആ സംഭവം അറിയില്ല, LED ഫിറ്റ് ചെയ്യാൻ അറിയില്ല, ഷാൻഡിലിയർ ലൈറ്റ് ഫിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല, ഞാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ, അതേപോലെ എൻ്റെ ഫാദർ ഇത് ഫിറ്റ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരിക്കലും നോ പറഞ്ഞില്ല. ഒറ്റയടിക്ക് നോ പറയാതെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത്രയല്ലേ ഉള്ളൂ. അദ്ദേഹം അത് പറ്റും, എനിക്കത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് വർക്ക് സ്വീകരിക്കുകയും അത് ആ കാറ്റലോഗ് നോക്കി മനോഹരമായി ചെയ്ത് അസംബിൾ ചെയ്ത് അവിടെ അതാത് സ്ഥലത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് വലിയൊരു അറിവായിരുന്നു. അതിനുശേഷം ഞാൻ പറയുന്ന പ്രൊഡ്യൂസ് സുഹൃത്തുക്കളെ, കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് നോ പറയാറില്ല. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അവരോട് പറയും യെസ് എന്ന് പറയും. എന്നിട്ട് അതെനിക്ക് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാവുന്ന സാഹചര്യമാണോ, അതെനിക്ക് പറ്റുന്നൊരു സാഹചര്യമാണോ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചെടുത്തെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണോ ഞാൻ സ്വയം ഒന്ന് പരിശോധിക്കാറുണ്ട്. എന്നിട്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനത് അവർക്ക് ഉടനെ തന്നെ ഞാനത് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് ആദ്യമേ ചാടിക്കയറി നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്ക് പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല. ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു സൂത്രവിദ്യ എന്നെ പഠിപ്പിച്ചത് ഈ ഇലക്ട്രീഷ്യനാണ്. സാധാരണ 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഒരു ഇലക്ട്രീഷ്യനാണ് എന്നത് പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളെപ്പോഴും എന്തായിരിക്കണം, ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഇലക്ട്രീഷ്യൻ എന്തുണ്ടായിരുന്നു, ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നേ വരെ ഒരു LED TVയോ ഷാൻഡിലിയർ ലൈറ്റോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് ആ കല പഠിച്ചെടുക്കണം എന്നുള്ളൊരു അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഫീസ് കൊടുക്കാതെ ഫീസ് അങ്ങോട്ട് വാങ്ങിയിട്ട് അത് പഠിക്കുകയും ചെയ്തു. ഈ ഒരു പാത്ത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് കലകൾ പിന്നീട് ഞാൻ സ്വായത്തമാക്കിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടൻറ് റൈറ്റിംഗ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആദ്യമേ അറിയാത്തതായിരുന്നു.
ഒരാൾ ചോദിച്ചപ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, കോണ്ടന്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ബിസിനസ് കേട്ടോ. അതുപോലെ കരിയർ കൗൺസിലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്ന സംഭവം ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം തുടക്കം ആ ഒരു ഇലക്ട്രീഷ്യൻ പറഞ്ഞ ആ ഒരു വാക്കുന്നായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്കുന്നായിരുന്നു. അതിനുശേഷം പലരും പല കാര്യങ്ങൾ ചോദിക്കും, നിനക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്തു തരാമെന്ന് പറയും, ഞാനത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാനത് പഠിച്ചു. അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു. ഒരു പുതിയൊരു കാര്യം എനിക്ക് സ്വായത്തമായി. നിനക്ക് മലയാളം ടൈപ്പിംഗ് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ മലയാളം DTP പല രീതിയിൽ പോയിട്ട് യൂട്യൂബിൽ നിന്നും മറ്റും പഠിച്ചെടുത്ത് ഞാനത് ചെയ്തു കൊടുത്തു. അപ്പോൾ പുതിയൊരു കലയും എനിക്ക് മനസ്സിലായി, ഒരു പുതിയൊരു തൊഴിൽ മാർഗ്ഗം എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടി. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ തന്നെയായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ചോദിച്ചു, ഞാനത് സ്വയം ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അയാൾക്ക് വേണ്ടി അത് പഠിച്ചിട്ട് ചെയ്തു കൊടുത്തു. അയാൾ ഹാപ്പിയായി. ഞാനൊരു പുതിയ കല പഠിച്ചു. എനിക്ക് പുതിയൊരു വരുമാന മാർഗ്ഗം തുറന്നു കിട്ടി. കോണ്ടന്റ് റൈറ്റിംഗ്, നിങ്ങൾക്ക് കോണ്ടന്റ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്കത് ആ നിമിഷം വരെ എനിക്കത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ നിമിഷം ട്രൈ ചെയ്തു. ഓക്കെ, ഒരു കൈ നോക്കിക്കളയാമെന്ന് പറഞ്ഞൊന്ന് ചാടി ഇറങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഒരു പുതിയൊരു പ്രൊഫഷനാക്കി എനിക്കതിനെ കൊണ്ടുവരാനും പറ്റി. ഇങ്ങനെ എന്ത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യമേ കയറി നോ പറയാതെ നമ്മളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലേണിംഗ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ ഒറ്റ സംഭവത്തിലൂടെ ഞാൻ 4-5 കാര്യങ്ങളാണ് പഠിച്ച് മനസ്സിലാക്കിയത്. ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഏതാണ്ട് ഒരു വർഷം മുമ്പ് എന്നെ നോർക്ക, എല്ലാവർക്കും അറിയുന്നു, നോർക്ക എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് നോർക്ക. ഈ നോർക്കയിൽ നിന്ന് എന്നെ ഒരു ബിനു സാറ് വിളിച്ചു. സാറേ, ഞങ്ങളിങ്ങനെ സാറിനെ പറ്റി കേട്ടറിഞ്ഞിട്ട് വിളിക്കുകയാണ്, ഒരു ക്ലാസ് എടുക്കാനുണ്ട്, ഒരു മോട്ടിവേഷണൽ ക്ലാസ് പോലത്തെ ക്ലാസ് തന്നെയാണ്, പക്ഷേ സാറിന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വെച്ചു എടുക്കാം, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ജനറലി നമ്മൾ ഇന്നത്തെ മോട്ടിവേഷണൽ ക്ലാസ്സസ് വലുതായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, സാർ, ഞങ്ങൾ നോർക്ക പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ ഒരു റീസെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അവരെ ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളൊരു പുതിയ ശ്രമം നടത്തുകയാണ്. അത് പ്രകാരം സാറ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുത്തു തരണം. ആ ക്ലാസ്സിൽ സാറ് പറയേണ്ട വിഷയം ഇതാണ്, പ്രവാസികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നാട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്. അതാണ് സാറ് പറയേണ്ടത്. നല്ലൊരു ബിസിനസ് ആശയം സാറ് പറയണം. ഒന്നല്ല, ഒരു 10 ആശയങ്ങളും സാറ് പറയണം. അപ്പോൾ ഒരു 2 മണിക്കൂർ പ്രോഗ്രാമാണ്. 2 മണിക്കൂർ പ്രോഗ്രാം കൊണ്ട് സാർ ഒരു 10 ബിസിനസ് ആശയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നോട് പറഞ്ഞു. സാർ അങ്ങനെ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിലേക്ക് വന്നത് നോ പറയാനുള്ളൊരു ടെൻഡൻസിയാണ് വന്നത്. കാരണം ഞാൻ അതിന് മുമ്പ് അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല, എനിക്ക് അറിയില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഈ ഇലക്ട്രീഷ്യൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ സാർ, എടുക്കാമല്ലോ, എന്താ കുഴപ്പം, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കൊടുത്ത വാക്കിൻ്റെ പുറത്ത്, അപ്പോൾ വെറും 4-5 ദിവസം മാത്രമേ ഉള്ളൂ ക്ലാസ് എടുക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, സാറേ, ഫസ്റ്റ് ക്ലാസ് കണ്ണൂരാണ് സാർ എടുക്കേണ്ടത്. കണ്ണൂർ ക്ലാസ് സക്സസ് ആയി കഴിഞ്ഞാൽ, അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല ഫീഡ്ബാക്ക് കിട്ടിയാൽ, പിന്നെ സാറിന് താഴോട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇങ്ങനെ കേരളത്തിൻ്റെ അറ്റം വരെ, തിരുവനന്തപുരം വരെ ക്ലാസ് എടുക്കാനുള്ള അവസരം ഞങ്ങൾ തരാം, നല്ല പേയ്മെൻറ്റും തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ ഈ ഒരു 10 ആശയങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണം ആരംഭിച്ചു. കാരണം 4-ാമത്തെ ദിവസം എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ്. ഞാൻ ഈ 3-4 ദിവസം കൊണ്ട് ഇരുന്ന് നല്ല രീതിയിൽ ഗവേഷണം നടത്തി 10 അല്ല, ഏതാണ്ട് എനിക്കൊരു 28-30 അടുത്തുള്ള ആശയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 30 ആശയങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഒരു PPT ഉണ്ടാക്കി, വളരെ വൃത്തിയിൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. കണ്ണൂരിലെ ക്ലാസ് വളരെ വലിയ വിജയമായിരുന്നു. ഒരുപാട് പേര് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടു. ധാരാളം പേര് എൻ്റെ കോൺടാക്ട് നമ്പർ ഇട്ട് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ പോയി ക്ലാസ് എടുത്തു. ആ ക്ലാസ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പോയി ക്ലാസ് എടുക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടി. ഓക്കെ, ഒറ്റ അധ്വാനം. ഞാൻ ആ ഒരൊറ്റ പറഞ്ഞ യെസ് കൊണ്ട് എനിക്ക് ഏതാണ്ട് 13 ജില്ലകളിൽ, കാരണം കാസർഗോഡ് ജില്ലയിൽ ഈ പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ അവസരം എനിക്ക് ഉണ്ടായില്ല. ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 13 ജില്ലകളിൽ ക്ലാസ് എടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. ആ 13 ജില്ലകളിൽ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ ക്ലാസ്സിലും നല്ല രീതിയിലുള്ള പേയ്മെൻറ്റും എനിക്ക് കിട്ടി. എല്ലാം ഹാപ്പി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു യെസ് എന്നാണ് എനിക്ക് അത്രയും വലിയ ഒരു വിജയം ഉണ്ടായത്. മാത്രമല്ല, ആ ക്ലാസ് ഞാൻ പിന്നെ അവിടെ മാത്രമല്ല എടുത്തത്, വേറെയും സ്ഥലങ്ങളിൽ സംരംഭകരുടെ വേദികളിൽ എന്നോട് ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ വിഷയങ്ങളിൽ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും എനിക്ക് നല്ല വരുമാനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിത് നല്ലൊരു ഒരു ഗവേഷണ ബുദ്ധി തോന്നി. ഞാനത് വീണ്ടും റിസർച്ച് ചെയ്തു. ഇന്ന് എനിക്ക് ഏകദേശം 50ഓളം ആശയങ്ങൾ, പ്രവാസികൾ നാട്ടിൽ വന്നാൽ തുടങ്ങാൻ സാധിക്കുന്ന, വിജയിക്കാൻ ഉറപ്പുള്ള ഒരു 50ഓളം ആശയങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്.
അതിനുശേഷം ഞാൻ കൺസൾട്ടൻസി മോഡിലും ഒരുപാട് പേർക്ക് ഈ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ഇങ്ങനെ എൻ്റെ ഓഫീസിലേക്ക് ആളുകൾ വരും, എൻ്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് വരും. അവർക്ക് ഞാൻ ഈ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്ന ബിസിനസ് തുടങ്ങിക്കോളൂ, ഇന്ന ബിസിനസ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ആശയങ്ങളുടെ പുറത്ത് ബിസിനസ് തുടങ്ങിയ ആളുകളും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ ചെറിയൊരു സംഖ്യ, ഒരു കൺസൾട്ടിങ് ഫീ നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് റവന്യൂ വരാൻ തുടങ്ങി. ചില ആളുകൾക്ക് ആശയങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള അറിവ് വേണം. ബാങ്കിൽ കൊടുക്കാനും ലോണിന് അപ്ലൈ ചെയ്യാനൊക്കെയുള്ള ഡോക്യുമെൻറ്റുകളും മറ്റും വേണം. ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് വേണം. അവർക്ക് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി പോലുള്ള ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവർക്ക് ഇങ്ങനെ എക്സ്ട്രാ പോലെ ഒരു അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് മോഡിൽ ഒരുപാട് കാര്യങ്ങൾ ആ ആശയങ്ങളുടെ പുറത്ത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് വരുമാനം വന്നു. പുതിയ പുതിയ ക്ലയൻസിനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ് ഞാൻ ആ പറഞ്ഞ ഒരു യെസ് കാരണം. ഓക്കെ, ട്രെയിനിങ്ങിലൂടെ മാത്രമല്ല, ഈ കൺസൾട്ടിങ് ബിസിനസ്സിലൂടെ എനിക്കൊരുപാട് വരുമാനം വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഇങ്ങനെ നമ്മൾ ഈ ബിസിനസ് ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം വരുന്നു, നമ്മൾ ട്രെയിനിങ് ക്ലാസ്സസ് എടുക്കുന്നു, നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഡെവലപ്മെൻറ്റ് വരുന്നു. വീണ്ടും ഒരുപാട് ക്ലാസ്സുകളിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളെ അവരുടെ ക്ലാസ്സുകളിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. സാറേ, നിങ്ങൾ അന്ന് അവിടെ എടുത്ത ക്ലാസ് ഇല്ലേ, അത് നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നും കൂടി എടുത്തു തരണം, ഇവിടെ വന്ന് നിങ്ങൾ എടുത്തു തരണം, അവിടെ വന്ന് എടുത്തു തരണം എന്നിട്ട് ഒരുപാട് പേര് പറയുകയാണ്. അതിലൂടെ ഒരു ക്ലാസ് കേട്ട ആളുകൾ അവരത് വേറെ അവരുടെ നാട്ടിൽ പോയി പറയുന്നു, ഞങ്ങളൊരു ക്ലാസ് കേട്ടു, നല്ല ക്ലാസ് ആയിരുന്നു, അതുപോലെ ഒരു ക്ലാസ് നമ്മുടെ നാട്ടിൽ നടത്തിയാലോ എന്ന് പറയുന്നു. അവരെന്നെ ക്ഷണിക്കുന്നു, ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ഒരുപാട് വേദികളിൽ ഒരൊറ്റ കോണ്ടൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, ഇതിനൊക്കെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതുണ്ട്. നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു 4-5 സ്ഥലത്ത് ഈ നോർക്കയ്ക്ക് വേണ്ടി ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം അവരെന്നോട് പറഞ്ഞു, സാറേ, നമ്മൾ അടുത്ത 2 ക്ലാസ് എടുക്കാനുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ആലപ്പുഴയിലും ഇടുക്കിയിലും ഈ 2 സ്ഥലത്തും ഏറ്റവും കൂടുതൽ പ്രോസ്പെക്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടൂറിസം ഏരിയയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ബിസിനസ് ആശയങ്ങൾ പറയുമ്പോൾ കുറച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ കൂടി പറയണട്ടോ എന്നൊരു വിഷയം വന്നിട്ടുണ്ട്, സാറൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ എന്തില്ല, അപ്പോഴും ടൂറിസവുമായി ബന്ധപ്പെട്ട അത്ര അധികം ആശയങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ ഒരു ചിന്താഗതി കൊണ്ട് ഓക്കെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്നുള്ള ചിന്താഗതി ഞാൻ ഇരിക്കുകയാണ്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ ആലപ്പുഴ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് തൃശ്ശൂർ എവിടെയോ ആയിരുന്നു, എറണാകുളത്തോ മറ്റൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് ഇരുന്നിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ആലപ്പുഴ ക്ലാസ്സിലാണ്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, നമ്മൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് നല്ല ആശയങ്ങൾ, അതിലൊരു 30ഓളം എക്സ്ട്രാ ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെതായ ആശയങ്ങളുണ്ട്, നെറ്റിൽ നിന്ന് കിട്ടിയതുണ്ട്, എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു PPT കൂടി ഉണ്ടാക്കി. അതാണ് ഞാൻ അടുത്ത ദിവസം ആലപ്പുഴയിൽ അവതരിപ്പിച്ചത്. ആലപ്പുഴയിൽ അവതരിപ്പിച്ചു, ടൂറിസം കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഡബിൾ പേയ്മെൻ്റ് ആണ്. കാരണം അവിടെ ഞാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ക്ലാസ് കൊടുക്കുന്നുണ്ട്, പുറമെ ഞാൻ മറ്റു ലോകത്ത് എടുത്ത പോലത്തെ മറ്റു ബിസിനസ് ആശയങ്ങളുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴ, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഡബിൾ പേയ്മെൻ്റ് ആണ് തരുന്നത്. അപ്പോൾ ലൈഫ് വളരെ സന്തോഷത്തിൽ പോവുകയാണ്. വളരെ ഒരുപാട് പുരോഗതി എനിക്കുണ്ടായി. മാത്രമല്ല, ഇത്രയൊക്കെ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു അറിവ് എനിക്ക് കിട്ടുകയാണ്. ഞാൻ പോലും അറിയാതെ അങ്ങോട്ട് പോപ്പുലറായി. ഒരുപാട് വേദികൾ, ഒരുപാട് സ്ഥലത്തേക്ക് എനിക്ക് ക്ഷണം കിട്ടുന്നു. ഡോക്ടർ നജമുദ്ദീൻ എന്ന് പറയുന്ന എൻ്റെ പേര് ഒരുപാട് സ്ഥലത്തേക്ക് പോപ്പുലറായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ അറിയുന്ന എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ കുറേ പേരെങ്കിലും എൻ്റെ പേര് മുമ്പ് കേട്ടിട്ടുണ്ടാവുക ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെയാണ്. അപ്പോൾ നമ്മളൊരു വേദികൾ ഒരുപാട് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ ആ ബിനു സാറ് നോർക്കയിൽ നിന്ന് വിളിച്ചിട്ട്, സാറേ ഇങ്ങനെ വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒറ്റയടിക്ക് നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് ഓണസ്റ്റായിട്ടുള്ള റിപ്ലൈ ആട്ടോ, സത്യസന്ധമായ റിപ്ലൈ ആണത്, എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒറ്റയടിക്കത് പറയാതെ ഒന്ന് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് വിജയിക്കുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് നിർത്തിക്കളയാം. പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് മതി നമ്മുടെ ആ ഒരു നിർത്തുന്ന തീരുമാനം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എടുത്ത ആ ഒരു നല്ല സ്റ്റെപ്പ് എനിക്ക് ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പല വേദികളിലേക്കും എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് ഒരിക്കലും ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഒരു നോ, നമ്മൾ ട്രാഫിക് എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, വളരെ ഹിറ്റായ, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു പാത്ത് ബ്രേക്കിംഗ് മൂവിയാണ്, ഒരുപാട് ഫാൻസുള്ള മൂവിയാണ്. ഇന്നും അത് കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ്. അത് മലയാളത്തിൽ അന്ന് വരെ അങ്ങനത്തെ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ല, അത്രയും ഒരു വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു സിനിമ ആയിരുന്നു ട്രാഫിക്. അപ്പോൾ ആ ട്രാഫിക്കിലൊരു പ്രശസ്തമായിട്ടൊരു ഡയലോഗാണ്, നിങ്ങൾ പറയുന്ന ഒരു നോ
നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ ഈ ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. എല്ലാ ദിവസങ്ങളെയും പോലെ ഈ ദിവസവും അങ്ങ് പോകും, കടന്നു പോകും. അതേസമയം നിങ്ങൾ പറയുന്ന ഒരു യെസ് അത് ചരിത്രമാകും എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു ഡയലോഗാണത്. ആ ഡയലോഗിൻ്റെ ഒരു സാക്ഷാത്കാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു മൊമെൻ്റായിരുന്നു അത്. ഈ നിമിഷം വരെ എന്നോടൊരാൾ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് നോ ഒറ്റയടിക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ നല്ലവണ്ണം പരിശ്രമിച്ച് നോക്കി, എന്നിട്ട് മാത്രമേ ഞാൻ അതിലൊരു ഡു ഓർ ഡൈ ഡെസിഷൻ ഞാൻ അതിൽ എടുക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നല്ലൊരു ലേണറായി, ഒരുപാട് പുതിയ ആശയങ്ങൾ എനിക്ക് കിട്ടി, ഒരുപാട് ബെനിഫിറ്റ് എനിക്കുണ്ടായി, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് കൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഈ റിസർച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം നല്ല ആശയങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ എന്തെല്ലാം ആശയങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് ഈ പഴയ തറവാടുകൾ, വീടുകൾ, ഇല്ലങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഈ റിസോർട്ടുകൾ, ഹോട്ടലുകൾ പോലുള്ള ബിസിനസ്സിനൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ഹൈദരാബാദൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ, ഈവൻ ബാംഗ്ലൂർ, മംഗലാപുരം പോലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ പഴയ തറവാടുകൾ, പഴയ മനകൾ, അവിടെ വലിയ വലിയ പഴയ പാലസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആളുകൾ ഏറ്റെടുത്തിട്ട് അവിടെ റിസോർട്ടായിട്ട്, ഹോട്ടലായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോയി നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സംഭവം എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട് പൊന്നാനിയാണ്, അപ്പോൾ എൻ്റെ വീട് തിരൂരാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തിരൂരിൽ ഞാനും പൊന്നാനിയിൽ എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങൾ എൻ്റെ കാറിൽ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പൊന്നാനി എത്തിയപ്പോൾ അവൻ പറഞ്ഞോട് എൻ്റെ തറവാടിൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ തറവാട് പൊളിച്ച് പണിയാനുള്ള ഉദ്ദേശത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് അവിടെ പണിക്കാരുണ്ട്, കുറച്ച് കാശ് കൊടുത്ത് വരാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവൻ്റെ കാറ് കൊണ്ടുപോയിട്ട് ആ തറവാടിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവൻ ഈ പണിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല, അളക്കാനേ പോകുന്നുള്ളൂ അവർ. അവിടെ ഈ തറവാട് പൊളിക്കാൻ വേണ്ടിയുള്ള ചില അളക്കലുകളും പിന്നെ കുറച്ച് സൂപ്പർവിഷൻ പണികൾ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനവിടെ പോയിട്ട് പണിക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ കാറിലൂടെ നോക്കുമ്പോൾ നല്ല മനോഹരമായൊരു തറവാട്, നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാര്യമായ കേടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, മനോഹരമായൊരു തറവാട്. അപ്പോൾ എനിക്ക് ആ പഴയ നൊസ്റ്റാൾജിയ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയില്ലേ, ആ ഓർമ്മ എനിക്ക് വന്നു. ഞാനിങ്ങനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഒരുപാട് നമ്മളെ ഒരു പല വർഷങ്ങളുടെ പുറകിലേക്ക് ഞാൻ അങ്ങനെ പോകുന്ന പോലെ ടൈം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു 25 years ബാക്കിലോട്ട് പോയി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പഴയ തറവാട്, അതിൽ ഒരുപാട് മുറികൾ എന്നല്ല പറയുക, അറകൾ എന്നാണ് പറയുക. ഈ പാനീസുകളൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന ഒരുപാട് ആ പഴയ രീതിയിലുള്ള വലിയ വലിയ തൂണുകളൊക്കെ ഉള്ള ഒരു തറവാടായിരുന്നു അത്. ഞാൻ ഇങ്ങനെ കയറി നോക്കി, എല്ലാ മുറികളിലും കയറി നോക്കി, എല്ലാം നല്ല കണ്ടീഷനാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതിലുള്ള ഫേർണിച്ചറുകൾ, ജനാലകൾ, വാതിലുകൾ ഒന്നിനും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇത് പൊളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലടാ ഇത് നോക്കാനൊന്നും ആരും ഇല്ല, അപ്പോൾ പിന്നെ ഇത് വെറുതെ അവിടെ കിടന്ന് കേടുന്ന കൊണ്ടാൽ ഞങ്ങളത് പൊളിക്കാൻ തീരുമാനിച്ചു എന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ അതിൻ്റെ ഓരോ ചുമരും തൊട്ട് നോക്കുമ്പോൾ ചുമരൊക്കെ ഇയാതി വണ്ണം, നല്ല തിക്നെസ്സുള്ള ചുമരുകൾ, മരമൊക്കെ ഭയങ്കര കണ്ടീഷൻ, ഒരു ചെറിയ പോറൽ പോലും ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കണം, ഇത്രയും നല്ല കണ്ടീഷനുള്ള തറവാട് നിങ്ങൾ എന്തിനാണ് പൊളിച്ച് കളയുന്നത്? ഇത് പൊളിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ ഇതിന് ഉണ്ടാക്കാൻ എന്തിപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് പൊളിച്ച് കളഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കുന്ന പറഞ്ഞു. എന്താ നീ പറഞ്ഞു വരുന്നത്? ഞങ്ങളെല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾക്കിതൊന്നും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അതാണ് സാഹചര്യം എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു ആശയം ഞാൻ അവനോട് പറഞ്ഞു. എടാ, ഇങ്ങനെ ഈ പുറത്തൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പഴയ തറവാടുകൾ, ഇല്ലങ്ങൾ, മനകളൊക്കെ ഇങ്ങനെ പലതരം രീതിയിൽ റിസോർട്ടുകളായിട്ട്, അതുപോലെ ഹോട്ടൽസായിട്ട്, ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ട്, അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ തറവാട് നമുക്കൊരു ഒരു റിസോർട്ട് പോലെ, ഒരു സ്റ്റേ ഫെസിലിറ്റി പോലെ ആക്കിക്കൂടാ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അത് നടക്കൂടാന്ന് ചോദിച്ചു. ഞാൻ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അപ്പം തന്നെ അവനുള്ള അതിൻ്റെ എല്ലാ ഇൻവെസ്റ്റർ പിച്ചൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി അവന് കൊടുത്തു. അവനത് ഭയങ്കര സന്തോഷമായി. അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്നൊരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇപ്പോൾ അതിലൊരു റിസോർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളത് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുന്നു. ആ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ കയറി വരികയാണ്. അവർ വന്നിട്ട് റൂമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരോട് താമസിക്കുന്നു, ഒരു ഫാമിലിയുമായിട്ട് വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അയാൾ ഗൾഫൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന് സുഖമില്ലാണ്ട് നാട്ടിൽ വന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയും നല്ലൊരു സ്ത്രീയായിരുന്നു, 2 മക്കളും ഉണ്ട്. അവർക്ക് ഇതുപോലെ സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അവസരം തന്നാൽ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കൊണ്ടുപോയി ഈ സുഹൃത്തിന് പരിചയപ്പെടുത്തി.
അവർക്ക് താമസിക്കാൻ ആ തറവാട്ടിൽ ഒരു റൂം അവർക്ക് ഫാമിലിക്ക് താമസിക്കാൻ കൊടുക്കും എന്നുള്ള കണ്ടീഷൻ്റെ പുറത്ത്. അതിന് പൈസയോ ഒന്നുമില്ല, പ്ലസ് അവർക്ക് ഒരു ചെറിയൊരു തുക ശമ്പളവും കൊടുക്കും എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിയാണ് ഇപ്പോൾ ആ ഒരു വലിയ തറവാട് അവർ നോക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസ്, അതിലേക്ക് വരുന്ന ഗസ്റ്റുകളുടെ കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും. ഗസ്റ്റുകളെ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ അവിടേക്ക് ആകർഷിച്ച് കൊണ്ടുവരുന്നത്. അവിടെ വരുന്ന ഒരുപാട് ഗസ്റ്റുകൾ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഇക്കയും അവരുടെ ഫാമിലിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിച്ചു പോകേണ്ട ഒരു കെട്ടിടം അവിടെ ഒരു ബിസിനസ് മോഡലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തിനും അവൻ്റെ ഫാമിലിക്കും മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഈ പാവപ്പെട്ട പ്രവാസിയുടെ ആ ഫാമിലിക്കൊക്കെ ഒരു പുതിയൊരു വരുമാന മാർഗം തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയൊരു ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരൊറ്റ എക്സ്പീരിയൻസിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിമിത്തമായത് ആ പറഞ്ഞ ഇലക്ട്രീഷ്യൻ്റെ ഒരു വാക്കുകളാണ്. അപ്പോൾ ഞാൻ ഇന്നും അദ്ദേഹത്തോട് വളരെയധികം താങ്ക്ഫുള്ളായിട്ട് ഇരിക്കുകയാണ് ഗഫൂർ ഖാനോട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കാണ് എന്നെ അത്രയും വലിയൊരു ട്രാൻസിഷൻ എന്നിലേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ലേണിംഗ് മൈൻഡ് സെറ്റ് ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടൊരു ഘടകമാണ്. അതെപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലേണിംഗ് മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാഷനാണ്. ഒരു കരിയർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് പാഷൻ. എന്ത് പാഷൻ? അല്ലെങ്കിൽ എന്തിനോടുള്ള പാഷൻ? മറ്റൊന്നുമല്ല, തൻ്റെ തൊഴിലിനോട്. കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനോടുള്ളൊരു പാഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കരിയർ കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും മറ്റൊരു ജോലിയും കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടോ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ഒരു വ്യക്തി ആവരുത്. വരും തലമുറയെ സൃഷ്ടിക്കുന്ന, നമ്മുടെ കുട്ടികൾക്ക് പുതിയ വഴിത്താരകൾ പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ അവരുടെ സക്സസ്സിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ ഉദ്യമത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യപ്പെട്ടുകൊണ്ട് വന്ന ഒരാളായിരിക്കണം ഒരു കരിയർ കൗൺസിലർ. അല്ലാതെ ഇവിടെ വന്നാൽ ഇന്ന് ഒരുപാട് കാശുണ്ടാക്കാം. ശരിയാണ്, കരിയർ കൗൺസിലർക്ക് ഇന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് നമ്മൾ വരുന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതെല്ലാം രീതിയിൽ ഒരു കരിയർ കൗൺസിലർക്ക് കാശുണ്ടാക്കാമെന്ന് കൃത്യമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. പക്ഷെ ആ വരുമാനം, ആ ഒരു സമ്പത്ത്, ആ ഒരു പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്ന ഒരാളാവരുത് അയാൾ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ കോഴ്സിനെ വെറുതെ പ്രൊമോട്ട് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്കും താല്പര്യമില്ലാത്തവർക്കും, ആ കോഴ്സിനോട് അഭിരുചിയുള്ളവർക്കും അഭിരുചി ഇല്ലാത്തവർക്കും എല്ലാവരുടെയും തലയിൽ ആ കോഴ്സ് കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് തൻ്റെ കമ്മീഷൻ വാങ്ങി പോക്കറ്റിട്ട് പോകാൻ ഉദ്ദേശിച്ച് നടക്കുന്ന ഒരാളാവരുത് ഒരു നല്ല കരിയർ കൗൺസിലർ. ഒരു നല്ല കരിയർ കൗൺസിലർ എപ്പോഴും എന്തായിരിക്കണം? കുട്ടികളെ സഹായിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. അവരൊരു ജ്യേഷ്ഠനെ പോലെ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ വഴി നടത്തുന്ന ഒരു നല്ല ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടി തന്നെ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന രംഗത്തേക്ക് ചുവടുവെച്ച് വന്ന ഒരാളായിരിക്കണം അയാൾ. ഈ പണം, അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ നല്ല മനസ്സിന് കിട്ടുന്ന ഒരു പ്രതിഫലമായിട്ട് മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? പണം വരാൻ പാടുള്ളൂ. അല്ലാതെ പണം മാത്രം വെച്ചുകൊണ്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കരിയർ കൗൺസിലറുടെ ഉദ്ദേശം കരിയർ കൗൺസിലിംഗ് ചെയ്ത് കുട്ടികൾക്ക് നല്ല വഴി, അവർക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരു കരിയർ പാത കാണിച്ചു കൊടുക്കുക, അതിൽ നിന്ന് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക. അങ്ങനെ അവർ നല്ല ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു സന്തോഷം, അവരുടെ ഒരു നല്ല ഒരു ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഓക്കെ, ഇതായിരിക്കണം അവരുടെ മെയിൻ കൺസേൺ. പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഫീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമായിരിക്കണം. അല്ലാതെ അത് പരമപ്രധാനമായ ലക്ഷ്യം പണമാവരുത്. ആ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം പണമായി വെച്ചുകൊണ്ട് നിങ്ങൾ കരിയർ കൗൺസിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല. തീരെ നിങ്ങൾ വിജയിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം. കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷനോട്, അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളോട് നിങ്ങൾ അങ്ങേയറ്റം പാഷനേറ്റ് ആയിരിക്കണം.
ആ പാഷൻ എവിടെ മുറിഞ്ഞു പോകുന്നോ അവിടെ നിങ്ങളുടെ ആ ഒരു 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 രസച്ചരട് മുറിഞ്ഞു പോകും. നിങ്ങൾക്ക് ഈ കരിയർ ആസ്വദിക്കാൻ കഴിയാതെ വരും. ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പേയ്മെൻറ്റ് കിട്ടാതിരുന്നാൽ പോലും നിങ്ങളൊരു പക്ഷേ ഈ ഒരു പ്രൊഫഷനെ തന്നെ നിങ്ങൾ വെറുത്തു എന്ന് വരും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ സ്നേഹിക്കണം. നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രൊഫഷനെ സ്നേഹിക്കുന്നോ, എത്രത്തോളം നമ്മളിതിനെ താല്പര്യപൂർവ്വം നമ്മളിതിനെ സമീപിക്കുന്നോ, അത്രത്തോളം അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും, നമ്മുടെ കുട്ടികളുടെ ലൈഫിലും ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പയ്യൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ സാറ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൽ ആ കാര്യമായ മാറ്റം ഉണ്ടാക്കിയത്, ഇദ്ദേഹം പറഞ്ഞു തന്ന ഒരു മോഡിലൂടെ ഞാൻ പോയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് ദിവസം മുമ്പ് എന്നെ ഒരു സുഹൃത്ത്, പഴയ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്നെക്കാൾ എന്തായാലും ഒരു 10 വയസ്സെങ്കിലും പ്രായം കുറവുള്ള ഒരാളാണ്. ആളുടെ പേര് ട്വിങ്കിൾ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി കൊല്ലംകാരനാണ്. പുള്ളി എന്നെ വിളിക്കുകയാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഇന്ന് എനിക്ക് സാറിനെ വിളിക്കണം എന്ന് തോന്നി, ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. പറ മോനെ എന്താ വിശേഷം എന്ന് വെച്ചപ്പോൾ പറയുകയാണ്, സാറേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, അവൻ ജോലി ചെയ്യുന്നത് കൊല്ലത്തെ യമഹ ഷോറൂമിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടുത്തെ സർവീസ് ഹെഡായിട്ട് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു. അന്ന് അദ്ദേഹം സർവീസ് ഹെഡായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് ഫോണിൽ സംസാരിക്കുന്നത്. കുറേ ദിവസങ്ങൾ ശേഷം എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്താ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, സാറേ ഞാൻ ആദ്യമായി സാറിൻ്റെ അടുത്തേക്ക് വന്നത് സാർ ഓർക്കുന്നൊന്നറിയില്ല, ഞാനൊരു സെയിൽസ്മാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പല ജോലികൾ ചെയ്ത് ഒരു ജോലിയിലും എനിക്ക് ശോഭിക്കാൻ കഴിയാതെ ആകെ മാനസികമായി തകർന്ന് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിയത് ഒരു സെയിൽസ്മാൻ പോസ്റ്റ് കിട്ടുമോ സാറ് ജോലി ചെയ്യുന്ന യമഹ ഷോറൂമിൽ നിന്നിട്ടാണ് ഞാൻ വന്നത്. ശരിയായിരുന്നു. കാരണം ഞാൻ കൊല്ലത്ത് പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ജോർജ് മൈജോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന യമഹ ഷോറൂമിൻ്റെ GM ആയിട്ട് പ്രവർത്തിക്കുന്ന സമയമായിരുന്നു അത്. ഏകദേശം ഒരു 2012 ആ ഒരു കാലഘട്ടം, 12-13 കാലഘട്ടം. ആ സമയത്ത് നമ്മളൊരു ജോബ് ആഡ് കൊടുക്കുന്നു. ഒരുപാട് പേര് ആ ജോലിയിൽ ചേരാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ പയ്യൻ. അതിന് ഞാൻ അവനെ സെലക്ട് ചെയ്തു. അവൻ്റെ ഒരു എന്തൂസിയാസം കണ്ടപ്പോൾ അവനെ സെലക്ട് ചെയ്തു. അത് ഞാൻ സെയിൽസിലേക്ക് ഇട്ടു. പക്ഷേ സെയിൽസിലേക്ക് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊരു സെയിൽസിന് പറ്റിയ ഒരാളല്ല. അവൻ കുറച്ചും കൂടി എനിക്ക് അഭിരുചിയുള്ളത് സർവീസിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവന് കൂടുതൽ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ കൂടുതൽ ടെക്നിക്കലായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ പഠിച്ചിട്ടതോ അതായിരുന്നു, അവൻ ITI എന്തോ പഠിച്ച ഒരാളായിരുന്നു. കൂടുതൽ കാര്യങ്ങളും അവൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞിട്ട്, മോനെ നിനക്ക് ഏറ്റവും അഭിരുചിയുള്ളത് എന്തിലാണ്? സർവീസിലാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി ഇങ്ങനെ നിൽക്കരുത്, ഈ സെയിൽസിൽ നീ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യോ, സർവീസിൽ നീ ഒരു സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, സാർ അത് പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞു. അയ്യോ സാർ എനിക്ക് സെയിൽസിലാണ് കുറച്ചും കൂടി കമ്മീഷനൊക്കെ കിട്ടുക, ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടുക, ഞാൻ സെയിൽസിൽ. ഞാൻ പറഞ്ഞു, വേണ്ട, സെയിൽസിൽ നിനക്ക് ശോഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിൻ്റെ ഒരു പാഠവം അതിലല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിൻ്റെ ടാലൻറ്റ് മൊത്തം സർവീസിലാണ്. നീ സർവീസിൽ ഒരു സൂപ്പർവൈസറായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ അവൻ്റെ സർവീസിലേക്ക് ഞാനാണ് മാറ്റിയത്. അവൻ അവിടെ നിന്നിട്ട് ആ സൂപ്പർവൈസറായി നിന്നുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നിയന്ത്രിക്കാൻ തുടങ്ങി. പതുക്കെ അവിടുന്ന് കയറി വന്നു. അങ്ങനെ അവനൊരു 10 വർഷം കൊണ്ട് തന്നെ അവൻ ആ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ സർവീസ് ഹെഡായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ വിളിച്ചിട്ടുള്ളത്. കാരണം ആദ്യം അവനൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, സാറിനെ സെയിൽസിൽ നിന്ന് പിടിച്ചിട്ട് സർവീസിലാക്കിയിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് ട്രാക്കിലാണെന്ന് വീണെന്ന് അവന് മനസ്സിലായപ്പോൾ അവന് വളരെ സന്തോഷമാവുകയും ആ സന്തോഷം അവനെ നമ്മളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അവൻ വിളിക്കുകയാണ്. ഇപ്പോൾ അവന് കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. സാറ് കൊല്ലം ഭാഗത്തേക്ക് എപ്പോൾ വരുമ്പോഴും എന്നെ വിളിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഉണ്ണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഫോണൊന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പറയണം, ഒരാളെ നമ്മൾ കറക്റ്റ് ഒരു പാത്തിലേക്ക് നമ്മൾ 10 വർഷത്തിന് മുമ്പ് ഞാൻ ഒരാൾക്കൊരു പോയിന്റ് പറഞ്ഞു കൊടുത്തു, അവനെ ഗൈഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് വഴി കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ സന്തോഷം ആ കുട്ടി കാണിച്ചത് നിങ്ങൾ കണ്ടു. അവൻ ഇങ്ങനെ ചെയ്തു. അവന് ആ 10 വർഷം നമ്മൾ ഓർത്തു, അന്ന് ഈ സാറാണ് എൻ്റെ ഗതി തിരിച്ചു വിട്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ വഴി മാറ്റി വിട്ടത് ഈ സാറാണെന്നുള്ളൊരു ആ ഒരു നന്ദി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവനെ തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് നമ്മളൊരു കുട്ടിയെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയൊരു നേട്ടം, അതിൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം കാലങ്ങളോളം റിഫ്ലക്റ്റ് ചെയ്യും. അത് വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നേരെ മറിച്ചും സംഭവിക്കാട്ടോ. നമ്മൾ ഒരു ഇൻസെൻറ്റീവ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് തള്ളി വിട്ടു എന്ന് കരുതുക.
അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജുകാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തു തന്നാൽ ഞങ്ങൾക്ക് കമ്മീഷൻ തരാമെന്ന്. അപ്പോൾ നമ്മൾ ആരാണോ നമ്മൾക്ക് ഏറ്റവും കൂടിയ തുക കമ്മീഷൻ ഓഫർ ചെയ്തത് അയാളുടെ കോഴ്സിലേക്ക് നമ്മൾ ഈ കുട്ടികളെ നമ്മൾ മനഃപൂർവ്വം തള്ളി വിട്ടു. ആ കുട്ടിക്ക് അതിൽ അഭിരുചി ഉണ്ടോ, ടാലൻ്റ് ഉണ്ടോ, ആപ്റ്റ്യൂഡ് ഉണ്ടോ, അവർക്ക് അതിൽ വിജയിക്കാനും ശോഭിക്കാനുമുള്ള പാഠവുമുണ്ടോ ഒന്നും അന്വേഷിക്കാതെ നമ്മളൊരു കുട്ടിയെ വെറുതെ നമ്മുടെ മാത്രം സ്വാർത്ഥ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കണക്കാക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ അതും അവൻ മറക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും ആ പക അവൻ്റെ മനസ്സിൽ കിടക്കുകയും അവനത് തിരിച്ച് നമ്മളോട് എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും, ഉറപ്പാണ്. കാരണം അവൻ്റെ ഭാവി നശിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിലായിരിക്കും അവൻ പിന്നെ നമ്മളെ കാണുക. അതിനൊരു ദേഷ്യവും അതിൻ്റെ ഒരു വൈരാഗ്യം അവൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ കേസ് എപ്പോഴാണ് സംഭവിക്കുക, നമ്മൾ ഒട്ടും പാഷനേറ്റ് അല്ലാതെ പണം മാത്രം മോഹിച്ചുകൊണ്ട് ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോഴാണ് സംഭവിക്കുക. അതല്ല, നമ്മൾ ഈ ജോലിയെ സ്നേഹിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. ഈ പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു റിയൽ ലൈഫ് സംഭവമുണ്ട്. ആ സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. എൻ്റെ റോൾ മോഡൽ ആരാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് കലാംജിയാണെന്ന് പറയും. അദ്ദേഹത്തെ പോലെ ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എങ്ങനെയായിരുന്നോ, ഏത് രീതിയിലുള്ളൊരു വ്യക്തിത്വമായിരുന്നോ അദ്ദേഹം, അതുപോലൊരാളായിട്ട് മാറുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ ജന്മത്തിന് എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിയുമ്പോഴും അതിങ്ങനെ ആ ലക്ഷ്യം നീങ്ങി പോകും. നമ്മളൊക്കെ പ്രതീക്ഷിച്ചെന്നും അപ്പുറത്തേക്കുള്ള നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഉയരത്തിലുള്ളൊരു മനുഷ്യനാണ് ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേരുടെ ആരാധനാ പുരുഷനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇനി പറയാൻ പോകുന്ന ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് ഷില്ലോങ് എന്ന സ്ഥലത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സമ്മാനം ദാനം നിർവഹിച്ചു. കുറേയധികം കുട്ടികൾ സ്റ്റേജിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങി തിരിച്ചു പോവുകയും ചെയ്തു. ഈ സമ്മാനദാനം കഴിഞ്ഞതിന് ശേഷം സംഘാടകർ ഇതിൻ്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് വന്നിട്ട് പറഞ്ഞു, സർ, കുറച്ച് കുട്ടികൾക്ക് കൂടി നമ്മൾ സമ്മാനം കൊടുക്കാൻ ബാക്കിയുണ്ട്. സാറൊന്ന് താഴോട്ട് ഇറങ്ങി വരണം, ഈ വേദിയുടെ താഴോട്ട് സാറൊന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ കലാംജി ചോദിച്ചു, താഴോട്ട് എന്തിനാണ് ഞാൻ വരുന്നത്? ആ കുട്ടികളോടും സ്റ്റേജിലേക്ക് വരാൻ പറയൂ, നമുക്ക് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് സമ്മാനം കൊടുക്കാമല്ലോ. അതല്ലേ എൻ്റെ രസം. അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹം സ്റ്റേജിൽ നിന്ന് സമ്മാനം വാങ്ങാൻ, നമുക്ക് സ്റ്റേജിൽ നിന്ന് സമ്മാനം കൊടുക്കാമല്ലോ പറഞ്ഞു. അതല്ല സാർ, ആ കുട്ടികൾക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല എന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ സാർ അതിന് കാരണം? എന്തുകൊണ്ട് അവർക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല? സംഘാടകർ പറഞ്ഞു, സാർ, അവർക്ക് ഈ പൾസ് പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച കുട്ടികളാണ്. അവർക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല. കാരണം അവരുടെ കാലുകളിൽ ഈ വളരെ വലിയ ഭാരമുള്ള ബൂട്ടുകൾ ധരിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഇരുമ്പിൻ്റെ റോഡുകളൊക്കെ പിടിപ്പിച്ച ഒരുപാട് റബ്ബർ സ്ട്രാപ്പുകളൊക്കെ ഉള്ള ഒരു വലിയ ടൈപ്പ് ഷൂ. ഈ പോളിയോ ബാധിച്ച കാലിന് സ്വാധീനം കുറഞ്ഞ കുട്ടികളൊക്കെ ധരിക്കുന്ന ഒരു തരം ഷൂ ഉണ്ടല്ലോ, ആ ഷൂ ആണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യൂ, ഇഫ് പോസിബിൾ സാറൊന്ന് താഴോട്ട് വരും, നമുക്ക് അവർക്കുള്ള സമ്മാനം നമുക്ക് താഴ്ന്നു കൊടുക്കാം. കാരണം ഇത്രയും ഭാരമുള്ള ഷൂ ധരിച്ചുകൊണ്ട് അവർക്കൊരിക്കലും സ്റ്റേജിലേക്ക് കയറി വരാൻ സാധിക്കില്ല. സാറൊന്ന് താഴോട്ട് വരണം എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യണം. ഉടനെ കലാംജി പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇദ്ദേഹം നേരെ പോകുന്നത്, താഴോട്ട് പോയി നിന്നു. അവിടെ ഈ സമ്മാനം കൊടുക്കാൻ തുടങ്ങി. ഓരോ കുട്ടികളും, ഈ വികലാംഗരായിട്ടുള്ള കുട്ടികൾ പാവം, അവർ മുടന്തി വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്ന സമയത്തും ഇവരവിടെ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചിന്ത ഫുള്ള് പോകുന്നത് ഇങ്ങോട്ടാണ്. എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളുടെ അവസ്ഥ. കാരണം പല കുട്ടികളും ഈ ഭാരമുള്ള ഈ ഷൂ ധരിച്ച കാലിങ്ങനെ വലിച്ച് ഒരുപാട് പ്രയാസപ്പെട്ട് വലിച്ച് മുമ്പോട്ട് നടന്നിട്ടാണ് കുട്ടികൾ മുമ്പോട്ട് വരുന്നത്. എന്തൊരു കഷ്ടമാണ് ഈ കുട്ടികളുടെ ജീവിതം.
ഈ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, സ്റ്റേജിൽ വെച്ച് എല്ലാവരും കാണുകയെ നിറഞ്ഞ കരഘോഷങ്ങളുടെ സമ്മാനം ഏറ്റുവാങ്ങണം എന്നുള്ള ആഗ്രഹം ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് സാധിക്കാതെ പോയത്? ഒറ്റ കാരണം, അവരുടെ അംഗവൈകല്യം മാത്രമല്ല, അതിനൊരു പരിഹാരമായിട്ട് ഇവർ ധരിക്കുന്ന ഈ ഷൂ ഇവർക്കൊരു ഭാരമായി മാറുകയാണ്, കൂടുതൽ ഭാരമായി, കൂടുതൽ വിഷമകരമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ആ ആഗ്രഹം സാധിക്കാതെ വരുന്നത്. അതൊരു പരിഹാരം കാണണമല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഉടനെ അദ്ദേഹം ചെയ്ത കാര്യം എന്താ അറിയോ? ഒരു കുട്ടിയുടെ കാലിൽ നിന്ന് ഷൂ നിന്ന് അഴിച്ചു നോക്കി. നല്ല ഭാരമുണ്ട്. ഈ ഭാരം വെച്ചുകൊണ്ട് മുതിർന്ന ആളുകൾക്ക് പോലും സ്റ്റേജിൽ കയറാൻ പറ്റില്ല, അത്രയും തൂക്കമുണ്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ആ ഷൂ തിരിച്ച് വീണ്ടും അതേ കുട്ടിയുടെ കാലിൽ ധരിപ്പിച്ചു. ആ കുട്ടിയെ പറഞ്ഞു വിട്ടു. പിന്നെ സംഘാടകരോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ ഷൂ അദ്ദേഹം ചോദിച്ചു വാങ്ങി. ആ ഷൂവുമായിട്ടാണ് ഇദ്ദേഹം അന്ന് ആ വെന്യൂവിൽ നിന്ന് തിരിച്ചു പോയത്. ഇദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തിയപാടെ ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒരു ലീവ് ലെറ്റർ എഴുതിയിട്ട് ഉപരാഷ്ട്രപതിയെ ഏൽപ്പിച്ചു. ഞാൻ ഒരാഴ്ച ലീവിലായിരിക്കും, ആ ഒരാഴ്ച എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി താങ്കൾ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഒരാഴ്ച ഇദ്ദേഹം തൻ്റെ ലാബിൽ പോയി അവിടെ നിരന്തരമായ ഗവേഷണങ്ങളിൽ മുഴുകാണ്. പണ്ട് അദ്ദേഹം തൻ്റെ സയൻറ്റിഫിക് ഗവേഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അതേ ലാബിലേക്ക് ഇദ്ദേഹം തിരിച്ചു കയറുകയാണ്. ആരായിട്ട്? രാഷ്ട്രപതി ആയതിനു ശേഷം വീണ്ടും കയറുകയാണ്. അങ്ങനെ ഒരാഴ്ച അദ്ദേഹം വീണ്ടും ആ പഴയ ശാസ്ത്രജ്ഞനായിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ആ ലാബ് വിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ 1/3 തൂക്കം കുറച്ച് ആ ഷൂ ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കൈയടിക്കേണ്ട ഒരു സംഭവമല്ല അത്. അതായത് ഈ ഷൂ 1/3 തൂക്കം കുറച്ച് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതിൻ്റെ ആ ഒരു പുതിയ മോഡലുമായിട്ടാണ് ഇദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് ലാബിൽ നിന്ന് പുറത്തു കിടന്നത്. ആ ഒരാഴ്ച ഊണും ഉറക്കവും വെടിഞ്ഞ് ഇദ്ദേഹം ആ ലാബിനകത്ത് സ്ഥിരം ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുകയായിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും അത് കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം കണ്ടുപിടിച്ച 1/3 തൂക്കം കുറച്ച ആ ഷൂ ആണ് ഇന്നത്തെ കുട്ടികൾ ധരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര ഉദാത്തമായൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്ന് നനച്ചു നോക്കൂ. കാരണം ISROയിൽ ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റിൻ്റെ തൂക്കം എങ്ങനെ കുറക്കുക എന്നുള്ളതായിരുന്നു. ഒരു റോക്കറ്റിൻ്റെയും സാറ്റലൈറ്റിൻ്റെ ഒക്കെ തൂക്കം എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം വിജയകരമായിട്ട് അത് വിക്ഷേപിക്കാനും അതിൻ്റെ വേഗത കൂട്ടാനും അത്രയും സ്പീഡിൽ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും സാധിക്കും. അപ്പോൾ എത്രത്തോളം തൂക്കം കുറയുന്നോ അതിനനുസരിച്ചാണ് ആ റോക്കറ്റിൻ്റെ സ്പീഡ് കൂടുക. അപ്പോൾ അതിനെന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തി അവസാനം അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ ഇരുമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കാർബൺ ബയോസിന്തൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൂക്കം ഒരുപാട് കുറയുകയും ചെയ്യും. അതുമാത്രമല്ല വളരെ എഫക്റ്റീവ് ആയിരിക്കുകയും ചെയ്യുമെന്ന രീതിയിൽ ഇദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ആ സെയിം ടെക്നോളജി ഈ ഷൂവിലും ഇദ്ദേഹം പ്രവർത്തിപ്പിച്ച് നോക്കി. ഈ ഇരുമ്പിൻ്റെ റാഡുകൾക്ക് പകരം ഈ കാർബൺ ബയോസിന്തൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലോഹം അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കുകയും അങ്ങനെ ആ ഇരുമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഈ ഭാഗങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്ത് ആ ഷൂവിൻ്റെ തൂക്കം കുറയ്ക്കുകയും ചെയ്തു. ഇന്ന് പല കുട്ടികളും ഈ ഷൂ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് തൂക്കം വളരെ കുറവാണ്, ചെലവ് വളരെ കുറവാണ്. ഇന്ന് പോളിയോ ബാധിച്ച കുട്ടികൾക്ക് ഏത് വേദിയിലേക്കും ചാടി ഓടിക്കയറി സമ്മാനം വാങ്ങിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ വീരപുത്രനായ ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്ത മനോഹരമായ അനവധി കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ഷൂവിൻ്റെ ഒരു നിർമ്മാണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ആ സമയത്ത് ആരായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. രാഷ്ട്രപതിയായ അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഒരു അറിയിപ്പ് നടത്തിയാൽ മതി. ഞാൻ ഇന്ത്യയിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരോടും ഞാനൊരു ഉത്തരവിടുകയാണ്, ഒരാഴ്ച സമയം തരാം, ആ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഈ ഷൂവിൻ്റെ ഭാരം കുറച്ച് ഒരു പുതിയൊരു മോഡൽ എൻ്റെ മുന്നിൽ എത്തിക്കണം, നിർബന്ധമാണ് എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം അദ്ദേഹം ആരാണ്? ഈ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനാണ്. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്യുകയല്ല ചെയ്തത്, അദ്ദേഹം ആ ജോലി സ്വയം ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താ? അദ്ദേഹത്തിന് ഈ ഗവേഷണം, സയൻസ്, അതിനെക്കുറിച്ചുള്ള റിസർച്ച് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ, തൻ്റെ ലാബ് വർക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം പാഷൻ ഉണ്ടായിരുന്നു. അദമ്യമായ ഒരു പ്രണയം അദ്ദേഹത്തിന് ആ ഒരു പ്രൊഫഷനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിലപ്പെട്ട സംഭാവനകൾ ഈ ഒരു ഫീൽഡിലേക്ക് നൽകാൻ സാധിച്ചത്. അതുപോലെ നമുക്കും ഒരു പാഷൻ ഉണ്ടായിരിക്കണം.
ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്, ഇതാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കോ വേണ്ടി മറ്റൊരു ജോലിയും ശരിയാവാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാവരുത്. മറ്റൊന്നുമില്ല, മറ്റൊരു വരുമാന മാർഗവും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ തിരഞ്ഞെടുത്തൊരു വഴി ആവരുത് കരിയർ കൗൺസിലിംഗ്. നമുക്കിതിനോടൊരു പാഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അടുത്തൊരു കാര്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നത്. എന്താണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, നമുക്കൊരു മനോഭാവം അല്ലേ, നമ്മുടെ ഉള്ളിലൊരു മനോഭാവം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ കൗൺസിലർ എപ്പോഴും വളരെ പോസിറ്റീവ് ആയിരിക്കണം. എന്ത് കാര്യം പറഞ്ഞാലും വളരെ പോസിറ്റീവ് ആയിരിക്കണം. ഒരു കുട്ടി പറയാണ്, സാർ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പോയി, ഇപ്പം ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, എന്താ ഇപ്പോൾ ചെയ്യുമ്പോൾ അയ്യോടാ കഷ്ടമായി പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ലടാ, കഴിഞ്ഞു പോയി, നിൻ്റെ ഭാവി ആകെ താറുമാറായിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി നീയാണ്ട് സഹിക്കുക, അതിനാണ്ട് പഠിക്കുക എന്ന് പറയുന്നതിലൊരു പോസിറ്റിവിറ്റി ഇല്ല. കാരണം അവൻ ആൾറെഡി പെട്ട് കിടക്കുകയാണ്. അവനെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന ഒരു മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പാടില്ല. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന, അവന് ഒരുപാട് സന്തോഷം പകരുന്ന, അവന് ഒരുപാട് ഊർജം പകരുന്ന ഒരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. വളരെ പോസിറ്റീവായിട്ട്, സാരല്ലേ മോനെ, ശരിയായിക്കോളും, ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഈ പറഞ്ഞ മാർഗം നീ ചെയ്തു കഴിഞ്ഞാൽ, അതിലൂടെ നീ ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ നീ ഉറപ്പായി നീ വിജയിക്കും, ഒന്നും അറിയേണ്ട ആവശ്യമില്ലടാ, നമ്മളൊക്കെ അല്ലേ സഹായിക്കാൻ, നീ എന്തിനാ പറയുന്നത്, അതൊരു വലിയ തെറ്റൊന്നുമല്ല, സാരല്ലേ പോട്ടെ, അത് കഴിഞ്ഞു, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് അവനെ ഒന്ന് പഠിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇനി അവന് ഏത് റൂട്ടിലേക്ക് പോയാലാണ് അവന് താല്പര്യമുള്ളൊരു മേഖലയ്ക്ക് ചുവട് വെക്കാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. ഒറ്റയടിക്ക് നമ്മൾ നെഗറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക്, ഒരു അഭിപ്രായം നമ്മുടെ വായിൽ നിന്ന് വന്നു പോകരുത്. വളരെ പോസിറ്റീവായിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ട് എങ്ങനെ ആ വിദ്യാർത്ഥിയെ സഹായിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ചിലപ്പോൾ പലപ്പോഴും ഒരു വിദ്യാർത്ഥി നമ്മളെ വിളിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളരെയധികം തിരക്കിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുന്ന സമയത്തായിരിക്കും ഒരു കുട്ടി വിളിക്കുന്നുണ്ടാവുക. ചിലപ്പം രാത്രി 12 മണിക്ക് കുട്ടികൾ വിളിച്ചെന്ന് വരും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി എന്നെ വിളിച്ചത് രാത്രി 1 മണിക്ക് 1:30 മണിക്കൊക്കെ എന്നെ വിളിച്ച ആൾക്കാരുണ്ട്. എടാ നിനക്കൊന്നും സംസ്കാരമില്ലേ, നേരം കിട്ടുന്ന നേരത്താണോ നീ ഒരാളെ വിളിച്ച് ശല്യം ചെയ്യുന്നത്, ഇപ്പോഴാണോ നീ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. എനിക്കാദ്യം അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. പക്ഷേ പിന്നെ ഞാനൊന്ന് മാറി ചിന്തിച്ചു, എന്താണ് അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാമെന്ന്. പക്ഷേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ആ പയ്യൻ ആത്മഹത്യാ ഡെസിഷൻ്റെ അറ്റത്തു നിന്നായിരുന്നു എന്നെ വിളിച്ചത്. സാർ എൻ്റെ ജീവിതം ആകെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ പേരൻസ്, എനിക്കിനി എന്താ ചെയ്യാമെന്നറിയുന്നില്ല, എനിക്കിപ്പോൾ ഇവിടെ പ്രതികാരം ചെയ്യണം, എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് എന്നെ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ സ്വയം ജീവിതം എടുത്തുകൊണ്ട് ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. അവർ തന്ന ഈ ജീവനും ശരീരവും നശിപ്പിച്ചുകൊണ്ട് എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം സാർ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിന് മുമ്പ് എനിക്ക് എന്തോ സാറിനൊന്ന് വിളിക്കണം എന്ന് തോന്നി, ഞാൻ അങ്ങനെ വിളിച്ചതാണ് എന്നവൻ പറഞ്ഞു. ഞാൻ 1 മിനിറ്റ് അവനെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം പോയി ബാത്റൂമിൽ പോയി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വേഗം വന്ന് അവനോട് കാര്യം പറഞ്ഞ് അവനെ മുഴുവനായി കേട്ട് അവന് പറയാനുള്ളതൊക്കെ പറഞ്ഞു, എല്ലാം കൊടുത്തു. ഞാൻ അവനെ 1:30 മണിക്കെങ്ങാണ്ട് വിളിച്ച അവനോട് ഞാൻ ഏകദേശം ഒരു 3:30 വരെ ഞാൻ സംസാരിച്ചു, ഫോണിൽ നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. സംസാരിച്ചതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കി അവൻ്റെ പാരൻസ് എത്ര മണിക്കാണ് എഴുന്നേൽക്കുക എന്നുള്ള സമയമൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഒരു ഡയറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡയറി മീൻസ് ഒരു പാൽ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം നേരത്തെ എഴുന്നേൽക്കുന്നൊക്കെ സംഭവിക്കാൻ അതിനൊന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സമയം വരെ അവൻ്റെ വീട്ടിലൊരു അവൻ്റെ മുറിയിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാൽ പോലും അവൻ്റെ വീട്ടുകാർക്ക് കേൾക്കണം, ഒരു ഉണരണം. അത്രയും സമയം വരെ ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ ആയിട്ട് പറഞ്ഞ് അവനിങ്ങനെ ഒരു കൊണ്ടുപോയി. ഒരു 3:45-4 മണി വരെ ഞാൻ അവനോട് അന്ന് സംസാരിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ രാവിലെ ഒരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സംഗതി മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ആ വീഡിയോ നീ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ ചെയ്ത തീരുമാനം തെറ്റാണെന്നുള്ളത്. ഞാനൊരു വളരെ രസമായിട്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല നമുക്ക് നേരിട്ട് കാണാൻ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നു. അവൻ വിളിച്ചത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. സാർ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആലപ്പുഴയ്ക്ക്, അപ്പോൾ ഞാൻ നിനക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ഞാൻ നിൻ്റെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ച് നിർത്തി. അവസാനം നേരം വെളുക്കുന്നത് വരെ ഞാനിതായി. അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവൻ്റെ പാരൻസിനെ എനിക്ക് ഫോണിൽ കിട്ടി. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവനെ എടുത്തപ്പോൾ അവൻ്റെ അമ്മയാണ് എടുത്തത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, എൻ്റെ ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ നമ്പറിൽ നിന്ന് പിന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനെ പതുക്കെ ആ ചിന്തയിൽ നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ
ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ അന്ന് 1:30 മണി സമയത്ത് എൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു. അപ്പം ഞാൻ ആ ഫോൺ എടുക്കാൻ മടിച്ച് ഫോൺ കട്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യത്തെ തവണ മൈൻഡ് ചെയ്തില്ല, പിന്നെ രണ്ടാമത്തെ തവണ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തെന്ന് തോന്നുന്നു. ആ രണ്ടാമത്തെ തവണ ഞാൻ തീരെ ഫോൺ എടുക്കാതിരുന്നാലോ, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ തവണ ഫോൺ എടുത്ത സമയത്ത് ഞാൻ നാളെ ചീത്ത പറഞ്ഞും കൂടെ ആ ഫോൺ കട്ട് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് ലോകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പക്ഷേ ചില ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. ചില ആൾക്ക് ജീവിതം തന്നെ കൊടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരും. അതുകൊണ്ട് പറയുകയാണ്, ഒരു കരിയർ കൗൺസിലർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഒരു കരിയർ കൗൺസിലർ പ്രവർത്തിക്കണം. ഈ വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നൊരു സ്റ്റോറി ഉണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് നമ്മുടെ മിസ്റ്റർ മധു ഭാസ്കരൻ. അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. ഇദ്ദേഹമാണ് എന്നെ ഈ കൗൺസിലിംഗ്, കരിയർ കണ്ടൻറ് റൈറ്റിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുവന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് ഈയിടെ ഒന്ന് വയ്യാണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു ബെൽസ് പാൾസി എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. അതേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുണ്ടൊരു വശത്തേക്ക് ഇങ്ങനെ കോടിയിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം നേരിട്ടിട്ട് അത് നേരാക്കാൻ വയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം ഡോക്ടറത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞത് ബെൽസ് പാൾസിയാണ്, ഇത് നേരെ ആവാൻ ചിലപ്പോൾ ആഴ്ചകളെടുക്കും, അതുകൊണ്ട് പരിപൂർണ്ണ വിശ്രമമാണ് ഇതിനാവശ്യം, താങ്കൾ ഇനി ഒരു പരിപാടിക്കും പോകരുത്, 2 ആഴ്ച വീട്ടിൽ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഒരുപാട് പേരുടെ അടുത്തുനിന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാരണവശാലും ആ പരിപാടികളിൽ നിന്ന് മാറിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചു ഇദ്ദേഹത്തിന്, സാരമില്ല, നമുക്കതിനൊക്കെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാം, നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഡ്വാൻസ് അല്ല വിഷയം, അത് നമുക്ക് തിരിച്ചു കൊടുത്താൽ തീർന്നു, അതൊരു വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ എന്നെ കേൾക്കാൻ ആഗ്രഹിച്ച് എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനും എൻ്റെ വാക്കുകൾ കേട്ട് പ്രചോദനമാവാനും താല്പര്യപ്പെട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നിരാശപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പരിപാടികളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അവിടെ തൻ്റെ ഫുൾ കപ്പാസിറ്റിയോട് കൂടി നിറഞ്ഞാടുകയും ക്ലാസ് എടുത്ത് എല്ലാവരെയും ഹർഷപ്പുളകരിതാക്കുകയും ചെയ്തു. എല്ലാ ക്ലാസ്സുകളും, ആ ആഴ്ച എടുത്ത എല്ലാ ക്ലാസ്സുകളും അദ്ദേഹം ഒന്നുപോലും മുടക്കാതെ അദ്ദേഹം ഈ അസുഖം പോലും വകവെക്കാതെ പോയി ക്ലാസ് എടുക്കുകയും നിറഞ്ഞാടുകയും ചെയ്തു. അതിനകത്തൊരു ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളിത് ഭയങ്കര മിറക്കിളാട്ടോ, ഇതിന് അസുഖം മാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിന് അസുഖം മാറി ഡോക്ടറത്തേക്ക് പോയപ്പോൾ ഡോക്ടർ പറയുകയാണ്, എൻ്റെ കരിയറിൽ ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു അസുഖം വെച്ചുകൊണ്ട് ഒരാൾ ഇത്രയൊക്കെ വായിട്ട് അലച്ചിട്ടും ആ അസുഖം മാറി എന്നുണ്ടെങ്കിൽ ബെൽസ് പാൾസിയുടെ ചരിത്രത്തിൽ അത് വലിയ സംഭവമായിരിക്കും സാർ. ഇതെങ്ങനെ സംഭവിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സർ, ടു മീ മൈ പ്രൊഫഷൻ ഈസ് മൈ പാഷൻ ആൻഡ് മൈ പാഷൻ ഈസ് മൈ മെഡിസിൻ എന്ന് പറഞ്ഞു അദ്ദേഹം. എൻ്റെ പ്രൊഫഷൻ എന്താണ്? ഈ മോട്ടിവേഷണൽ ക്ലാസ്സസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൊഫഷൻ. അതാണ് എൻ്റെ പാഷനും, അത് തന്നെയാണ്, അതിൽ തന്നെയാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പാഷനാണ് എനിക്കുള്ള ഔഷധം, അതാണ് എനിക്കുള്ള ഉത്തേജനം. അതിനപ്പുറത്തേക്കുള്ള ഒരു മെഡിസിനും ഒരു ബെഡ് റെസ്റ്റും എനിക്ക് എഫക്റ്റീവ് ആവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ ഒരു പാഷൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അസുഖം മാറ്റാനുള്ള ആ ഒരു കീ, അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അല്ല, എത്ര മനോഹരമായൊരു ചിന്താഗതി കാണിച്ചൊക്കെ, അത് നല്ലൊരു റോൾ മോഡലായി കാണിച്ചതാണ്. സാധാരണ എല്ലാ മോട്ടിവേഷണൽ സ്പീക്കർമാരും അവർ വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കും, വേദികളിൽ വലിയ വലിയ കാര്യങ്ങൾ കർണഘടോരം പ്രസംഗിക്കുന്ന ആളുകൾ പലപ്പോഴും ജീവിതത്തിൽ അട്ടർ ഫ്ലോപ്പായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. പലപ്പോഴും ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മനസ്സിലാവും അവരുടെ യഥാർത്ഥ സെൽഫ് എന്താണെന്നുള്ളത്. പക്ഷെ അവിടെയാണ് മിസ്റ്റർ മധുഭാസ്കരൻ അത് വളരെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ ക്ലാസ്സുകൾ എടുക്കുക, പൊതുവേദികളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങേയറ്റം പാഷൻ വെച്ച് വളർത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു നിലപാട് അതിന് എടുക്കാൻ സാധിച്ചതും അതിൽ വിജയിക്കാൻ പറ്റിയതും രോഗത്തെ പോലും കീഴ്പ്പെടുത്താൻ പറ്റിയതും. രോഗമുണ്ടെന്നുള്ളൊരു വാർത്തയ്ക്ക് മുമ്പിൽ അദ്ദേഹം അടിപതറി പോവുകയല്ല ചെയ്തത്, അതിനൊരു വെല്ലുവിളിച്ചുകൊണ്ട് ആ രോഗത്തെ അങ്ങോട്ട് തോൽപ്പിച്ച് അങ്ങോട്ട് കൈ കൊടുത്തു, പിടിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പോസിറ്റിവിറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ എവിടെയൊക്കെ നമ്മളെ സ്വന്തം കാര്യത്തിനപ്പുറത്തായിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല ഒരു മനുഷ്യനായി മാറുന്നത്, ഒരു വലിയ മനുഷ്യനായി മാറുന്നത്. അപ്പോൾ ഒരു കരിയർ കൗൺസിലർ എപ്പോഴും
തൻ്റെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ ക്ഷേമം കൂടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. അയ്യോ എൻ്റെ ഉറക്കം മുറിഞ്ഞു പോയി, എന്നെ ഒരാൾ ശല്യപ്പെടുത്തി, എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ഒരു ദിവസത്തെ ഉറക്കം പോയാലും സാരമില്ല, ഒരു കുട്ടി നിത്യമായ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തടയാൻ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല കരിയർ കൗൺസിലർ. അപ്പോൾ മധുഭാസ്കരൻ സാറിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് ഞാൻ ലൈവായിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ ഇനി ഒരു സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന 2 പേരുണ്ട്, ഒരു വില്യം വാൽഡോഫ് ആസ്റ്റർ ആൻഡ് ജോർജ് സി ബോൾട്ട്. വളരെ പ്രശസ്തമാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഫിലാഡൽഫിയയിലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഹോട്ടൽ, കോരിച്ചൊരിയുന്ന മഴ, ഇടിയും മഴയും മിന്നലും ഒക്കെ ഉള്ള ഒരു രാത്രി. ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്നു ജോർജ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ. അവനടുത്ത റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. ആ ഹോട്ടലിലേക്ക് 2 വൃദ്ധരായ 2 പേര് കയറി വരികയാണ്. ഓക്കെ, അവരവരുടെ പെട്ടിയും ഇതൊക്കെ എടുത്തുകൊണ്ട് മഴ നനഞ്ഞ് കോരിച്ചൊരുന്ന മഴയത്ത് നനഞ്ഞ് കയറി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, സാർ ഞങ്ങൾ ഒരുപാട് ദൂരം നിന്ന് വരികയാണ്, കാലിഫോർണിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറം വെച്ച് ഞങ്ങളെ കാർ റിപ്പയറായി, ഞങ്ങൾക്ക് ആ കാർ റിപ്പയർ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഈ രാത്രി ആ കാർ റിപ്പയർ ചെയ്തെടുക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഈ സമയത്ത് മെക്കാനിക്കുകൾ ആരും കിട്ടില്ല. ഞങ്ങൾക്ക് താമസിക്കാനൊരു ഇടം വേണം. ഞങ്ങൾ ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കാർ റിപ്പയർ ചെയ്ത് ഞങ്ങൾ പൊയ്ക്കോളാം. ഒരു റൂം ഞങ്ങൾക്ക് വേണമെന്ന് പറയണം. അപ്പോൾ ഈ ജോർജ് പറയണം, അയ്യോ സാർ സോറി, ഇന്നിവിടെ എല്ലാ റൂമും ഫുള്ളാണ്, താങ്കൾക്ക് തരാൻ ഇവിടെ റൂം ഇന്ന് അവൈലബിൾ അല്ല എന്ന് ജോർജ് പറയുന്നു. ഉടനെ ആ വന്ന വ്യക്തി പറയാണ്, പ്ലീസ്, ഞങ്ങൾ 2 പേരും ടയേർഡാണ്, ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്, പുറത്ത് കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ട്, ഈ സമയത്ത് ഞങ്ങൾ എവിടെ പോകാനാണ്, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് റൂം താങ്കൾ തരണം എന്ന് പറയണം. അപ്പോൾ ജോർജ് വീണ്ടും പറയാണ്, സാർ ഞാൻ എന്താ ചെയ്യുക, എല്ലാ റൂമും ഫുള്ളാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ എന്താ ചെയ്യാം, ഞാൻ നിസ്സഹായനായി പോയി, റൂമെല്ലാം ഫുള്ളാണ് സാർ, സോറി എന്ന് പറയും. ഈ വൃദ്ധനും വൃദ്ധയും വളരെ സങ്കടത്തോടു കൂടി അവർ ആ മുറി വിട്ട് ഇങ്ങനെ ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. എന്താ ചെയ്യാന്നറിയാണ്ട് പുറത്ത് ആർത്തലയ്ക്കുന്ന മഴയിലേക്കും പല്ലിളിച്ച് കാണിക്കുന്ന ഇടിമിന്നലിലേക്കും തുറച്ചു നോക്കിക്കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവരോട് ഇയാൾ പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ചെറിയ റൂമുണ്ട്, വളരെ ചെറിയ റൂമാണ്, സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് ആ റൂമിൽ താമസിച്ചാൽ മതിയോ, കുഴപ്പമുണ്ടോ? ഇല്ല, റൂം ചെറുതായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒന്നും താമസിച്ചാൽ മതി, ഈ രാത്രി ഒന്ന് വെളുപ്പിക്കണം, അത്രേ ഞങ്ങൾക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇയാൾ ഒരു മുറിയിലേക്ക് കയറിപ്പോയി. ആ മുറിയിൽ കുറച്ച് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളവും അവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇവർ 2 പേരെയും ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇയാൾ പറഞ്ഞു, സാർ ഇന്ന് രാത്രി നിങ്ങൾ ഈ മുറിയിൽ വിശ്രമിച്ചോളൂ. ക്ഷമിക്കണം, ഇത് ചെറിയ മുറിയാണ്, കാരണം ഇത് എൻ്റെ മുറിയാണ്, ഈ ഹോട്ടലുകാർ എനിക്ക് താമസിക്കാൻ വേണ്ടി തന്ന റൂമാണ് ഈ റൂം, താങ്കൾ 2 പേരും ഇവിടെ ഈ മുറിയിൽ നിന്ന് വിശ്രമിച്ചോളൂ, ഞാൻ പുറത്ത് കിടന്നോളാം എന്ന് പറയാണ്. എന്നിട്ട് ഇദ്ദേഹം നിർബന്ധപൂർവ്വം അവർ 2 പേരെയും ആ മുറിയിലേക്ക് കയറ്റി അവർക്ക് വേണ്ട സജ്ജീകരണം ചെയ്തു കൊടുത്തിട്ട് ഇദ്ദേഹം അവിടുന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേർക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ റൂം കിട്ടിയല്ലോ, ആശ്വാസം, ഇനി നാളെ രാവിലെ എഴുന്നേറ്റ പാടെ ആ കാറ് നേരാക്കിയിട്ട് നമുക്ക് അവിടുന്ന് പോവാം എന്ന് 2 പേരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. പിറ്റേ ദിവസം രാവിലെ ഇവർ 2 പേരും ഉണർന്നത് വാതിലിൽ ഒരു മുട്ട് കേട്ടുകൊണ്ടാണ്. 2 പേരും എഴുന്നേറ്റ് പോയി ആ ഡോറ് തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് കയ്യിൽ 2 ടീ കപ്പുമായി നിൽക്കുന്ന നമ്മുടെ ജോർജിനെയാണ്. ജോർജ് പറഞ്ഞു, സാർ ഗുഡ് മോർണിംഗ്, ചായ കുടിക്കൂ സാർ, നിങ്ങളുടെ താമസമൊക്കെ സുഖകരമായെന്ന് വിശ്വസിക്കുന്നു. സാർ ഞാൻ ഒരു മെക്കാനിക്കിനെ കൊടുന്ന് സാറിൻ്റെ കാറ് റിപ്പയർ ചെയ്യിച്ച് അത് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബിയിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട്, മുറ്റത്ത് കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി സുഖകരമായിട്ട് ഇവിടുന്ന് ഓടിച്ചു തന്നെ പോകാം, ഇനി നിങ്ങളൊരു മെക്കാനിക്കിനെ വിളിക്കാനോ ശരിയാക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. ഇവർ 2 പേരും ഞെട്ടിപ്പോയി. ഇവർക്ക് താമസിക്കാനൊരു ഇടം കൊടുത്തു, സ്വന്തം തലചായ്ക്കാനുള്ള ഇടം പോലും ആ 2 പേർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ ഒരു വലിയൊരു പ്രശ്നം കണ്ടറിഞ്ഞ് അയാൾ തന്നെ ആ കാറ് റിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മെക്കാനിക്കിനൊക്കെ കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ മെനക്കെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി. അവർ 2 പേരും അന്ന് ആ ചെറുപ്പക്കാരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ടാണ് അവിടുന്ന് പോയത്. പക്ഷേ അത് അവിടെ തീർന്നില്ല.
ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൻ്റെ അഡ്രസ്സിലേക്ക് ഈ ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അന്വേഷിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. ഒരു രജിസ്റ്റേർഡ് കവറായിരുന്നു. ആ കവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ കാലിഫോർണിയ നഗരത്തിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ദി റോയൽ വാൾഡോർഫ് അസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ജനറൽ മാനേജറായിട്ട് ഈ ജോർജിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. ജോർജ് ആകെ അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, ഞാൻ ഈ ജോലിക്ക് അപേക്ഷിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ഹോട്ടലവിടെ വരുന്ന കാര്യം എനിക്കറിയില്ല. അവിടെ ആളെടുക്കുന്ന വിവരം ഒന്നും എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്? കറക്റ്റ് എൻ്റെ അഡ്രസ്സിലേക്ക് ഈ ഹോട്ടലിലേക്ക് തന്നെ ആ ഒരു കത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അപേക്ഷിക്കാത്ത ജോലി എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഒന്നും മനസ്സിലായില്ല ജോർജിന്. പക്ഷേ എന്തായാലും ജോർജിനോട് അവൻ്റെ വീട്ടിലുള്ളവരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു, എന്തായാലും ഒരു അപേക്ഷ കിട്ടിയതല്ലേ, നല്ല ജോലിയുമാണ്, വലിയൊരു സ്റ്റാർ ഹോട്ടലിൻ്റെ പറഞ്ഞു കിട്ടിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് കാലിഫോർണിയയിലുള്ള റോയൽ അൾഡോർഫ് അസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ GM മാരൊക്കെ കിട്ടാൻ സ്വപ്നതുല്യമായിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ നീ എന്തായാലും പോകണം, നീ പോവാതിരിക്കുന്നത് കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചു. അത് പ്രകാരം നമ്മുടെ ജോർജ് ആ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ കാലിഫോർണിയയിലെത്തി. ആ ഹോട്ടലിൻ്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ എത്തി അതിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ പേര് ജോർജ്, ഞാൻ ഈ കത്ത് കിട്ടി വന്നതെന്ന് പറഞ്ഞു. ആ കത്ത് കണ്ട പാടെ റിസപ്ഷനിലുള്ള ആളുകൾ ഉടനെ തന്നെ അതിൻ്റെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി. എല്ലാവരും ഓടിപ്പാഞ്ഞ് വന്ന് ഇയാളുടെ കൈയൊക്കെ കൊടുത്തു. ഇയാളെ പറഞ്ഞ ഹാർദവമായ സ്വീകരണമാണ് ജോർജിനോട് കിട്ടിയത്. ജോർജ് ആകെ അത്ഭുതപ്പെട്ടു പോയി. ജോർജ് അവരെ എല്ലാവരും കൂടെ ചേർന്ന് ജോർജിൽ നിന്ന് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഷേക്കൻ്റൊക്കെ കൊടുത്ത് അയാളെ ആശ്ലേഷിച്ച് രാജകീയമായ സ്വീകരണം കൊടുത്ത് അയാളെ ആ ഹോട്ടലിൻ്റെ അകത്തുള്ളൊരു ലോബിയിലെ ഒരു വിശാലമായ ഒരു സ്വീകരണ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. നല്ല സുഖകരമായ അത്രയും കാലം അദ്ദേഹം സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്യൂട്ടിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇരുത്തിയത്. അവിടെ ഇങ്ങനെ ഈ ജോർജ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ചോദിച്ചു ആകെ അത്ഭുതം, അതെന്ത് പറ്റിയെന്ന്. പണ്ട് സലീം കുമാർ പറഞ്ഞ പോലെ ഇതിപ്പോൾ എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന രീതിയിൽ ജോർജ് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡോർ തുറന്നിട്ട് അതികായനായ ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുന്നത്. നല്ല തേജസ്സുറ്റൊരു മുഖം, നല്ല രാജകീയ പ്രൗഢിയുള്ള ഒരാൾ കയറി വന്നു വെച്ചാൽ, ഹലോ മിസ്റ്റർ ജോർജ്, ഹൗ വാസ് യുവർ ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷപരമായിട്ട് വന്നിട്ട് കൈ കൊടുത്തുകൊണ്ട് പറയുകയാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുകയാണ്. ജോർജ് ആകെ അത്ഭുതപ്പെട്ടിട്ട്, ഇല്ല സാർ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത്. ജോർജ്, ഓർക്കുന്നുണ്ടോ ഒരു ഇടിയും മഴയും മിന്നലും ഒക്കെ ഉള്ള കോരിച്ചൊരിയുന്ന ഒരു രാത്രിയിൽ താങ്കളുടെ ഫിലാഡൽഫിയയിലെ ഹോട്ടൽ റിസപ്ഷനിലേക്ക് കയറി വന്നിട്ട് ഒരു മുറിക്ക് വേണ്ടി യാചിച്ച ആ വൃദ്ധനെയും വൃദ്ധയെയും താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സാർ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. ഓർമ്മ കാണില്ല. പക്ഷേ അന്ന് വന്നത് ഞാനും എൻ്റെ ഭാര്യയുമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഒരുക്കി തന്നു മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി കാറ് വരെ റിപ്പയർ ചെയ്ത് തന്നു. ഞങ്ങളുടെ എല്ലാ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കി നിങ്ങളൊന്ന് പ്രവർത്തിച്ചു. അന്ന് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോട്ടലിൻ്റെ പണി കഴിഞ്ഞാൽ, അന്ന് ഞങ്ങളുടെ ആ ഹോട്ടലിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു യാത്ര പോയതായിരുന്നു, ഞങ്ങളന്ന് തീരുമാനിച്ചോ കാറിലിരുന്നു കൊണ്ട്, നമ്മുടെ ഹോട്ടലിൻ്റെ പണി കഴിഞ്ഞാൽ അതിന് വേറൊരു GM ഇല്ല, അത് ഈ പയ്യൻ തന്നെ ഞങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞങ്ങളിതാ ഹോട്ടലിൻ്റെ പണി കഴിഞ്ഞു, മറ്റന്നാൾ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. ഇതാ GM ആയിട്ട് താങ്കൾ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇനി താങ്കൾ വേണം ഈ ഹോട്ടൽ നോക്കാൻ, എല്ലാം നോക്കി നടത്താൻ. ഇത് നിങ്ങളുടെ കൂടി ഹോട്ടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആ മനുഷ്യൻ്റെ അവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പിന്നീട് അവിടുന്ന് ഏതാണ്ട് 36 വർഷം, തൻ്റെ മരണം വരെ ജോർജ് ആ ഹോട്ടലിൻ്റെ GM ആയിരുന്നു. ആ ഹോട്ടലിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് ഒരു വ്യക്തിയാണ് ജോർജ്. അത്രയും ഒരു നമ്മൾ ചെയ്യുന്ന ഒരു നന്മ, ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് തിരിച്ചു വരും. അതിൻ്റെ ഫലം നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോർജ് സി ബോൾട്ടിൻ്റെയും വില്യം വാൾഡോർഫ് ആസ്റ്ററിൻ്റെയും ഈ ഒരു സ്റ്റോറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ആ പയ്യൻ അവരെ സഹായിക്കുന്ന ഒരു നിർബന്ധമില്ലായിരുന്നു. അവൻ്റെ ജോലി എന്താണ്? മുറി ഉണ്ടെങ്കിൽ മാത്രം മുറി കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അത്രേ അവൻ്റെ ആവശ്യമുള്ളൂ. അവന് അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ എന്നിട്ട് പോലും അവൻ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും അവരുടെ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു മുറി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? അവൻ അന്ന് ചെയ്ത നന്മ പല കാലങ്ങൾക്ക് ശേഷം അവനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതിനാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടും.
നമ്മൾ തിന്മ ചെയ്താലും അത് വേറെ രൂപത്തിൽ നമ്മൾക്ക് തിരിച്ചു തന്നെ വരും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരും, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ നെഗറ്റീവ് ഇത് കൊണ്ടുവരും. ഒരു പക്ഷേ അന്ന് അവൻ അവരുടെ വിഷമങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈ ഒഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ കാലാകാലം ആ ഫിലാഡൽഫിയയിലെ ചെറിയ ഹോട്ടലിൽ റിസപ്ഷനിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ തള്ളി നീക്കുമായിരുന്നു. നേരെ മറിച്ച് തൻ്റെ കഴിവിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ ചിന്തിച്ചപ്പോൾ അവിടെ ഒരു മാജിക് സംഭവിച്ചു. ആ 2 കപ്പിൾസ് ഹാപ്പിയായി. അവരിലൂടെ അവൻ്റെ ജീവൻ തന്നെ മാറി മറിയുകയും അവൻ വളരെ നല്ലൊരു പൊസിഷനിലെത്തുകയും വളരെ റിച്ച് ആയിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിന് വിരാമമിടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു കരിയർ കൗൺസിലർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ നിസ്വാർത്ഥമായ ഒരു സേവനം കൊടുത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നല്ലൊരു വഴി കാണിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരൻ നാളെ നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനിലൂടെ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ സന്തതിപരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും കുട്ടികൾക്കോ ഒരു ഭാഗ്യം കൈവരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്തൊരു നല്ലൊരു പ്രവൃത്തി അത് നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികൾക്കോ അവരുടെ അനന്തര തലമുറയ്ക്കോ ചിലപ്പം കിട്ടിയെന്ന് വരും. അതുകൊണ്ട് വളരെ പോസിറ്റീവായിരിക്കുക. ഓരോ കാര്യങ്ങളിലും നിങ്ങൾ കുട്ടികളോട്, നമ്മുടെ മുമ്പിൽ വരുന്ന, നമ്മുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയോടും വളരെ പാഷനേറ്റായിട്ട് വളരെ വാത്സല്യപൂർവ്വം അവനെ എങ്ങനെ സഹായിക്കാം എന്നുള്ളൊരു ഉദാര മനസ്സോടു കൂടി സമീപിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് എനിക്ക് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഒരു കരിയർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട കൂടുതൽ ഗുണങ്ങളെപ്പറ്റി നമുക്ക് വരും ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളും ഉദാഹരണങ്ങളും കഥകളും എല്ലാം വെറുതെ നിങ്ങൾ കേട്ട് കളയുന്നതിന് പകരമായിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇതിലെ നല്ല വശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടാനും നിങ്ങളുടെ വ്യക്തിത്വം അതിനനുസരിച്ച് രൂപപ്പെടുത്താനും ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ ജീവിതം നല്ലതാക്കാനും നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും നല്ല രീതിയിൽ സഹായിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.